ഹായ്. ഹായ്. ഇതാണ് പച്ചാണിക്കാട് സിറ്റി. സിറ്റി എന്ന് പറയുമ്പോൾ അത്ര വലിയ സിറ്റിയൊന്നും അല്ല കേട്ടോ. ഇവിടെ എല്ലാവരും ഗ്രാമത്തെ സിറ്റി എന്നാണ് വിളിക്കാറ്. ഈ സിറ്റിയിൽ എല്ലാവരും സന്തോഷവതിയും സന്തോഷവാന്മാരുമാണ്. അന്യോന്യം കുറ്റപ്പെടുത്തലുകൾ ഇല്ലാത്ത മതസൗഹാർദ്ദവും രാഷ്ട്രീയ കുത്തുവാക്കുകൾ ഇല്ലാത്ത രാഷ്ട്രീയ പാർട്ടികളും. ആകെ മൊത്തത്തിൽ നല്ല സിറ്റിയാണ് എൻ്റേത്. അതിൽ ഈ ഇരുന്ന് ചീട്ട് കളിക്കുന്ന പ്രമുഖരാണ് ഈ സിറ്റിയിലെ പ്രമാണിമാർ. അതുപോലെ തന്നെ ഈ കപ്പയുണ്ടല്ലോ, നമ്മളൊക്കെ മരച്ചീനി എന്ന് പറയും, അതാണ് ഇവിടുത്തെ ഇഷ്ടവിഭവം. ഇതാണ് പച്ചാണിക്കാട്ടിലെ പോലീസ് സ്റ്റേഷൻ. പുതിയ പോലീസ് സ്റ്റേഷൻ്റെ പണി നടക്കുന്നതിനാൽ ഇതിപ്പോൾ ഒരു വാടക വീട്ടിലാണ് പ്രവർത്തിക്കുന്നത്. പിന്നെ ഇതാണ് എൻ്റെ ചായക്കട. പിന്നെ ഈ ചായക്കടയും ആ പോലീസ് സ്റ്റേഷനും തമ്മിൽ അഗാധമായൊരു ബന്ധമുണ്ട്. അത് പിന്നെ നിങ്ങൾക്ക് വഴിയേ മനസ്സിലാകും. എപ്പോഴും ദൈവത്തിനല്ലേ പൂമാല ഇടുന്നത്, ഈ പ്രാവശ്യം പിണറായിക്കിടാം. അയ്യോ, എന്തുവാണ് ഈ കാണിക്കുന്നത്? എൻ്റെ ദൈവമേ, ഇരുമ്പ് ശരീരം പോലെ ജീവിച്ചിരിക്കുന്ന എൻ്റെ സഖാവിന് നീ അന്ത്യാഞ്ജലി അർപ്പിക്കുന്നോടാ. സഖാവേ, പൊറുക്കണം കേട്ടോ. മര്യാദയ്ക്ക് കളയായിരുന്നോണം കേട്ടോ. ഞാൻ സ്റ്റേഷൻ വരെ ഒന്ന് പോവുക. ദൈവമേ, പിള്ളേരുടെ കാര്യം എന്താവോ എന്തോ. സഖാവേ, ശരി. ഹലോ, ഞാൻ ഫൈസൽ, റസിയയുടെ ആളോ? ഞാൻ ആശയുടെ ഭർത്താവ്. ഞാൻ സ്മിതയുടെ. സ്റ്റേഷനിൽ നിന്ന് വിളിച്ചായിരുന്നോ? ഇപ്പൊ വിളിക്കും. യാതൊരു കാരണവശാലും നമ്മൾ വിട്ടുകൊടുക്കില്ല. ഇല്ല, വിട്ടുകൊടുക്കൂല. വലിക്കോ? വല്ലപ്പോഴും. എന്നാ വലിച്ചോ. ഇനി വലിക്കാൻ പോവല്ലേ? വലിച്ചോ. എന്നാ ശരി, അങ്ങോട്ട് പോ. ശരി. എന്താ കുഞ്ഞപ്പ പിള്ളേര് വല്ലവന്മാരുടെയും ഭാര്യമാരെ കയറി പിടിക്കാം? അത് പിന്നെ പിള്ളേരല്ലേ രാജു, ഈ പ്രായത്തിൽ ആർക്കായാലും സംഭവിച്ചു പോകും. അത് ചായ കുടിക്കാനായിട്ട് ആരെങ്കിലും ചായക്കട വാങ്ങുമോ? ഈ ചായക്കട കുഞ്ഞപ്പന്റെ മക്കളെ കൊണ്ട് എസ് ഐ വാങ്ങിപ്പിക്കും. പെണ്ണ് കേസാ. അത് പിന്നെ എൻ്റെ മക്കള് അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് വിശ്വാസമില്ല സാറേ. എസ് ഐയെ ചോദ്യം ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. അത് പിന്നെ നമ്മൾ തമ്മിലുള്ള മുൻപരിചയം വെച്ച് നമ്മൾ തമ്മിലുള്ള മുൻപരിചയം അവിടെ നിൽക്കട്ടെ. വക്കീലുണ്ടല്ലോ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ കയറി കൊടുക്കാം. അതാ നല്ലത്. വാ വാ. കുഞ്ഞപ്പന്റെ കാര്യം എന്താവും? ഒപ്പിച്ചോണ്ട് വരുന്ന ഓരോ കാര്യങ്ങളെ. എസ് ഐ സാർ എന്തേ? അവിടെ എന്റെ അമ്മേ, അതെ, എസ് ഐ മെഴുകുതിരി രക്ഷയില്ല. അതെന്തുവാ, പുള്ളി പ്രാർത്ഥിക്കാൻ പോവുകയാണോ? പ്രാർത്ഥിക്കാനോ? എന്റെ കുഞ്ഞപ്പ ഇനി പൂരാ. കുഞ്ഞപ്പന്റെ മക്കളെ കാര്യം പോക്കാം. അനുഗ്രഹിക്കണേ ഈശ്വര. പണി പാളിന്ന് തോന്നണേ, കാത്തോളണേ. നാട്ടിലെ പെമ്പിള്ളേരെ ജീവിക്കാൻ സമ്മതിക്കത്തില്ല അല്ലടാ സാറേ. ഞങ്ങളല്ല ആര് ചെയ്തില്ല? സാറേ. അയ്യോ അയ്യോ അമ്മേ
അയ്യോ സാറേ അടിക്കല്ലേ സാറേ അച്ഛാ സാറേ അയ്യോ അടിക്കല്ലേ സാറേ അയ്യോ സാറേ അയ്യോ അത് ശരി, നീ മാനാണല്ലടാ. അമ്മേ അച്ഛാ സാറേ കൊല്ലല്ലേ അയ്യോ കൊല്ലല്ലേ അമ്മാവോ ഇടിക്കരുതെന്നോ? നീ ഇങ്ങോട്ട് നിൽക്കടാ. നീ പോലീസ് ന്യായം പറയൂ. അയ്യോ അമ്മേ ഇനി 3 എണ്ണം പുറലോകം കാണത്തില്ല. സാർ ഫാദർ വന്നിട്ടുണ്ട്. സാറേ എന്റെ മക്കളെ ഇങ്ങോട്ട് മാറി നിൽക്കടാ. തന്റെ മക്കൾ ചെയ്ത പോക്കിരിത്തരം എന്താണെന്ന് അറിയാടോ? അറിയാ സാറേ, അപ്പൊ തനിക്ക് അറിയാം. അറിയാ സാറേ. ഡോ, തനിക്ക് ഈ 3 മക്കൾ ഉണ്ടായതിനു ശേഷം എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇവന്മാർക്ക് പകരം 3 വാഴ വെക്കാൻ? അത് 3 സെന്റ് സ്ഥലത്തിലാണ് സാറേ എൻ്റെ വീടും ചായക്കടയിൽ ഇരിക്കുന്നത്. അതിനിടയിൽ ഞാൻ എവിടാ വാഴ വയ്ക്കേണ്ടത്? അത് തന്നെ പുറംപോക്കാ. അപ്പൊ തനിക്കൊരു പ്രതിയാകാം. അങ്ങനെ അങ്ങ് പറ്റിപ്പോയി സാറേ. ഇപ്പൊ അത് പറഞ്ഞാ മതിയല്ലോ, ചെയ്യുമ്പോ ഓർക്കണമായിരുന്നു. എക്സ്ക്യൂസ് മീ, അതും ഇതുമൊക്കെ പറഞ്ഞ് ഈ പാവത്തിന് വെറുതെ പേടിപ്പിക്കരുത്. ഇവിടെ നിയമവും കോടതിയും വാദിക്കാൻ അറിയാവുന്ന പ്രഗത്ഭരായ എന്നെ പോലെയുള്ള വക്കീലന്മാരുണ്ട്. അപ്പൊ താനാണോ ജാമ്യം എടുക്കുന്നേ? അതെ, ഞാനാണ് വീരേന്ദ്രൻ വക്കീൽ. എങ്ങനെ? വീരേന്ദ്രൻ വക്കീൽ. തനിക്കൊരു 2-3 മാസം മുമ്പുള്ള കാര്യം ഓർമ്മയുണ്ടോ? സാർ ജാമ്യം കിട്ടിയില്ല. കിട്ടാത്തത് കാരണം 2 പോലീസുകാർ എന്നെ പൊക്കാൻ വീട് വളഞ്ഞിരിക്കുക. എന്റെ വീട് 2 പോലീസുകാരല്ലേ വളഞ്ഞിരിക്കണം? എന്റെ വീട് കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടാത്ത പ്രതികളുടെ വീട്ടുകാരെല്ലാം കൂടെ എന്നെ വളഞ്ഞിരിക്കുക. ഞാനെന്ത് ചെയ്യും? ഇവനെ ഒളിപ്പിച്ചില്ലെങ്കിൽ ഞാൻ പ്രതി. ഈ രാത്രി സുരക്ഷിതമായ ഒരിടം എനിക്ക് വേണം, നിനക്കും വേണം. അതിന് പറ്റിയൊരിടമുണ്ട്. എവിടെയാ സാറേ? അങ്ങ് പൂനെ കുണ്ടിയിൽ. കുണ്ടിയില്ല. ഈ കുണ്ടിയല്ല, ആ പൂനംകുണ്ടി. അവിടെയാണ് എൻ്റെ അളിയന്റെ വീട്. അത് കുറച്ച് നാളായി അടച്ചിട്ടേക്കുവാ. അളിയനാണ് അമേരിക്കയില. നീ സമയം കളയാതെ വാ. അവിടെ ഇപ്പൊ പോണോ? ചുറ്റിനും പോലീസുകാരാ. മിണ്ടാതെ വാടേ. ഏത് പോലീസ്? ഇവർക്ക് ചിലര് ഊഴ് കിട്ടിയിട്ടുണ്ടല്ലോ. ഞാൻ ഈ സൈഡ് നടക്കാം. സാറേ ഡോറ് തുറന്ന് കിടക്കണ്ടല്ലോ, വെട്ടം വെളിച്ചൊക്കെ കാണുന്നു. ഇനി അമേരിക്കയിലുള്ള എൻ്റെ അളിയൻ ഞാൻ അറിയാതെ തിരിച്ചു വന്നതാണ്. ആ വക്കീലാള് കൊള്ളാമല്ലോ, പിടികിട്ടാ പുള്ളിയാട്ടാണല്ലോ വരവ്. സാറേ പ്രതിയെ കിട്ടി. ഇതാണോ പൂനെക്കുണ്ടി ഹൗസ്? സത്യമായിട്ടും പൂനംകുണ്ടി പോലീസ് സ്റ്റേഷനായ വിവരം അമ്മച്ചിയോട് അറിഞ്ഞിട്ടില്ല. അപ്പോഴേ ഞാൻ പറഞ്ഞതാ ഒരു കുണ്ടിയിലും പോണ്ടാന്ന്. ഇന്ന് അവന്മാരെന്റെ കുണ്ടി ശരിയാക്കും. എന്നായിരുന്നു ശരിയാക്കും. എന്റെ കുണ്ടി കൊണ്ട് ഞാൻ പോയേക്കാം. ഇല്ല പഞ്ചറാവും. അപ്പോ ഇനി ഒരു 3 ജാമ്യം കൂടി തള്ളു. അയ്യോ തെറ്റ് പറ്റിപ്പോയി സാറേ. എന്ന് വെച്ച് എനിക്കവരെ കളയാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ തനിക്കറിയാം എന്താണ് ആ തെറ്റെന്ന്. ഒന്ന് പറഞ്ഞാ കൊള്ളാമായിരുന്നു. ഓ, അതൊക്കെ പുള്ളിക്കാരൻ സമയം പോലെ പറഞ്ഞു തരും. ഇപ്പൊ പിള്ളേർക്ക് ജാമ്യം എടുക്കാനുള്ള വല്ല വകുപ്പും ഉണ്ടെങ്കിൽ അത് ചെയ്യും. വക്കീലേ, മാധ്യമ പ്രവർത്തകരുടെ മെക്കിട്ട് കയറാൻ വരുന്ന പോലെ ഇവിടെ കയറാൻ വന്നാലുണ്ടല്ലോ, സൂക്ഷിച്ചോ. ഇത് കേരള പോലീസാ. അയ്യോ അത് സാറേ, ഇത് പീഡനമല്ല. അറിയാമേ, ഇത് പീഡനമല്ല. അവന്മാരൊന്ന് സുഖിച്ചതാ. സാറേ, ഇവന്മാർക്ക് ജാമ്യം കൊടുക്കണം. ഇതാ ജാമ്യാപേക്ഷ. ക്ഷമിക്കണം വക്കീലേ, FIR എഴുതിപ്പോയി. ഇതൊക്കെ ഇപ്പൊ നടന്നു. അയ്യോ സാറിങ്ങനെ ദേഷ്യപ്പെടരുത്. ഞാൻ പറയുന്നത് ദയവ് ചെയ്ത് സാറൊന്ന് കേൾക്കണം. ആ എന്നാ പറ കേക്കട്ടെ. താൻ അവന്മാരുടെ തന്തയായിപ്പോയി. ഡാ ഗണപതി, ഡാ
ഓ ഇങ്ങനെ സ്വൈര്യം തെറ്റില്ലേ? എവിടാ ബാക്കിയുള്ളവന്മാര്? ഒരുത്തൻ 12 നോമ്പാന്ന് പറഞ്ഞ പുഴയെ കുളിക്കാൻ പോയിട്ടുണ്ട്. എടാ ഇവനൊക്കെ മാസം തോറും ഉണ്ടോ 12 നോമ്പ്? ആ ബാക്കിയുള്ളവന്മാരെവിടെ? ഒരുത്തൻ പാല് വാങ്ങിക്കാൻ പോയിട്ടുണ്ട്. എടാ സാധാരണ പാല് കൊച്ചി ഇവിടെ കൊണ്ടുവരുന്നില്ലയോ? ആ അറിയില്ല. മനുചേട്ടൻ കളിക്കാൻ പോയി. ഏ? ഇതുവരെ കണ്ടില്ല. എനിക്കൊന്നും വയ്യ ഒറ്റയ്ക്ക് കിടന്ന് ഉണ്ടാക്കാൻ. ഞാൻ നിന്നെ ഇന്ന ചേട്ടാ അപ്പം ഞാൻ വന്നപ്പോ നീ എവിടെ പോയതായിരുന്നു? കട അടിക്കുന്ന മുൻപ് അപ്പത്തിനുള്ള അരി വാങ്ങാൻ പോയി. എന്നാ ചേട്ടൻ ഇവിടെ വരുന്നതിന് മുമ്പ് ഒരു സൂചന തരണ്ടേ? എടി എന്ന് സൂചന എന്നിട്ടാന്നോ ഞാൻ വരുന്നത്? ചേട്ടാ കുഞ്ഞപ്പൻ ചേട്ടോ, പിന്നെ അപ്പത്തിന്റെ കാശ് ഞാനങ്ങ് വീട്ടിൽ കൊണ്ടുവരാം. ചെല്ലേ കുഞ്ഞപ്പൻ ചേട്ടോ, അവന് വരാൻ കണ്ട നേരം. ചായ ഒന്നും ഇല്ലേ? പിന്നെ ഇവിടെ ചാരായോ ഇരിക്കുന്നത്? വാ, വാ. കേറ്, കേറ്. ചായ കുടിച്ചിട്ടൊന്ന് വിളിക്കിറങ്ങാൻ. ആൻ്റെ ഇപ്പൊ ഇരിക്ക്, ഞാൻ ചായ എടുക്കാം. അവന്മാരെ ഒന്ന് വിളിച്ചോണ്ട് വരട്ടെ. അവന്മാര് വന്നല്ലേ ചായ എടുത്തുള്ളൂ? അതുവരെ ഒന്നും പിടിച്ചെടുക്കാൻ പറ്റില്ല. എന്താ? എനിക്ക് ചായ ഒന്ന് പോയാലേ ഇരിക്കാൻ പറ്റത്തുള്ളൂ. എടാ നിനക്ക് എന്റെ ചായ കുടിച്ചാലേ വിളിക്കിറങ്ങാൻ പറ്റത്തുള്ളൂ? അതെ കുഞ്ഞപ്പേട്ടാ. എന്റെ ചായ എന്തുവാ വിളിക്കിറങ്ങാനുള്ള മരുന്നാന്നോ? കുഞ്ഞപ്പൻ ചേട്ടാ, എന്റെ പന്നി ചെല്ലേ. കുഞ്ഞപ്പൻ ചേട്ടാ. ചെല്ലടാ, നീ ഇവിടെ നിന്ന് നാറ്റിക്കാതെ ചെല്ലേ. ഇമാര് ഇന്ന് ഞാൻ ശരിയാക്കിയിട്ടേ ഉള്ളൂ. ഗണപതി ഈ അപ്പൊ ഒന്ന് എടുത്ത് അകത്തോണ്ട് നോക്കിയേ. ഓ ദേ വീണ്ടും. ശരിടാ, കുളിക്കാനെന്ന് പറഞ്ഞു വന്നിട്ട് അവന്മാരിത് എവിടെ പോയി കിടക്കുന്നു? ആ ചെടിക്ക് മാത്രം എന്തോ അത്ര ശൃംഗാരം, ഒരു കിണുകിണുപ്പ്. കമ്പ് കോപ്പ് എന്താ അയ്യേ വൃത്തികെട്ടവൻ. ഇനി ഇത് എൻ്റെ പുതിയ നമ്പറിൽ നിന്ന് വിളിക്കാം, അതാകുമ്പോൾ അറിയത്തില്ല. ഛേ നശിപ്പിച്ച്. ഇതാരാണോ ഈ സമയത്ത്? ഹലോ, ഇല്ല ഒരുത്തൻ ചന്തി കഴിക്കണുണ്ട്. ഹലോ ഹലോ, ഇതേതാ ഈ നമ്പർ? ഇങ്ങോട്ടിറങ്ങി വാടാ. ഈ തൊഴിലുറപ്പുകാരെ കൊണ്ട് എത്ര പറഞ്ഞാലും അവന്മാര് വഴി നേരക്കല്ലേ കൊണ്ടാരം. കഷ്ടം തന്നെ. ഇതാണോടാ നിന്റെ 12 നോമ്പ് അത് കുളി? പിന്നെ കുളിക്കാൻ തന്നെ ഞാൻ വന്നത്. ഇതാണ് നിന്റെ സോപ്പ് കിട്ടി? എന്നാ നാണമില്ലയുടെ കണ്ടവന്മാര് ചന്തി എഴുതുന്നത് കാണാൻ. കുഞ്ഞപ്പൻ ചേട്ടോ, പിള്ളേരെ പിടിച്ച് നേരത്തെ കാലത്തെ പെണ്ണ് കെട്ടിക്ക്. എന്തോ ചെയ്യാനാ? മനസമാധാനത്തോടെ ചന്തി എഴുതാൻ പറ്റുന്നില്ല. നാണം കെട്ടവന്മാര്. സിനും പോയി ബൈബറും പോയി കണ്ടവന്റെ ചന്തിയും. അച്ഛനും എന്നാ ഇങ്ങനെ തുടങ്ങുന്നേ? കാണാൻ നടക്കുക. ചേച്ചി ജസ്റ്റ് മിസ്. അവളെ പറയാൻ പോണോ? ഉണ്ടാക്കി വിട്ടിരിക്കുക. തുടങ്ങിയ സമയം. ഇങ്ങോട്ട് വേണം അച്ഛാ, കടയിലോട്ട് വാ. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട്. ചേച്ചി കുളി തുടങ്ങി കാണും. പോയാലോ? എന്ത് അവിടെ? ഇങ്ങോട്ട് വേണം കേട്ടു. എന്ത് നിനക്ക് പുഴക്കടവിൽ തന്നെ നിൽക്കണോ? ഒരു കാര്യം ചെയ്യാം, അവിടെ കുളിച്ചോണ്ട് നിന്നവളെ നമ്മുടെ കിണറ്റിന്റെ കരയെ കൊണ്ടൊന്ന് കുളിപ്പിക്കാം. അപ്പൊ നിനക്ക് ഇഷ്ടം പോലെ കാണാമല്ലോ. അച്ഛാ പിന്നെ എനിക്ക് ഒരു കല്യാണം കഴിച്ചാലോന്നൊരു. അയ്യോ, മൂത്തവടെ പെര നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കുക. അതിനിടയ്ക്കാ നിന്റെ കല്യാണം. ഇങ്ങോട്ട് വേണം, ഇങ്ങോട്ട്. എന്തോ അച്ഛാ, അച്ഛൻ എന്തോ വേണ്ടേ? ആശേ, 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 ഒന്ന് നിക്കടി. അവന് മുമ്പ് ഞാൻ കെട്ടിയ എന്തോ വെച്ച പ്രശ്നം? അതെ, അടുത്തത്. എടാ നീ എന്തെടുക്കുക അവിടെ? പാല് വാങ്ങിക്കാൻ വന്നതോ? അത് അവള് കടയെ കൊണ്ടു തന്നോളും. നിന്നെ ഏൽപ്പിച്ചിരുന്നോ?
ഏടാ ഞാൻ അത് നേരത്തെ ആയിക്കോട്ടെന്ന് വിചാരിച്ചു. ആന്നോ? നിന്നെ ഏൽപ്പിച്ചിരുന്നോ? നേടി വെച്ചേ ഇങ്ങനെ കൊണ്ടു നടന്ന് കൊടുക്കാനേ നിന്റെ കയ്യിൽ ഒരുപാട് പാലുണ്ടോ? എന്തുവാ കിണിക്കുന്നേ? നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. പോടാ. അവന്റെ ഒരു പാലുകൂടി ശൃംഗരിക്കാൻ കണ്ട സമയം ഒരുത്തം കേട്ടവൻ. പോടാ. എന്തുവാ നോക്കിയിരിക്കുന്നേ? നിനക്കൂടെ പോണോ? പോച്ചേ. അഴിച്ചു വിട്ടിരിക്കുക. ഏത് നേരത്തോ ഇതിനെയൊക്കെ ഉണ്ടാക്കും. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. എന്താ ഇനി മേലാൽ 12 നോമ്പാണെന്ന് പറഞ്ഞ് ഇമാതിരി പോക്കറി തരങ്ങൾ കാണിച്ച അടിച്ചതിന്റെ കയ്യും കാലും ഒക്കെ അടിച്ചൊടിച്ചിട്ട് ഞാൻ കയറിപ്പോടാ, കയറിപ്പോടാ. അയ്യോ എന്തിനാ കുഞ്ഞപ്പഞ്ചേട്ടാ പിള്ളേരെ റോട്ടിലിട്ട് തല്ലുന്നത്? ഓ ചുമ്മാ പിള്ളേരല്ലേ പിണ്ണാക്കല്ലേ എന്ന് വിചാരിക്കുമ്പോ യുവമാർക്കൊരു കളി തമാശ. യുവമാരെയൊക്കെ പിടിച്ച് കെട്ടിച്ച് വിടാറായി കാളകള്. അതിന് ഇയാൾ സമ്മതിക്കാലല്ലോ. എന്തുവാടാ? നീ വരുന്നോ? നിനക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. നടുവ് പിള്ളേരെന്നെ പിരുത്തമാവുന്ന. ഇത് കാണാനാണോ നീ എന്നെ വിളിച്ചോണ്ട് വന്നത്? ഇത് പറയാനോ ഒറ്റയ്ക്ക് ഇന്ന് അടിച്ചത്? അടിച്ചവരൊക്കെ ഓടിയോ? ആദ്യം നീ പോ പറയാൻ വന്നിരിക്കുന്നു. ഇത് നിറയെ കിട്ടിയോ? എന്തോന്ന് അടിയാടാ ഇത്? ഇതന്ന് അടി അടിയെന്ന് പറഞ്ഞ പണ്ട് എന്റെ ചെറുപ്പത്തില്, അതായത് ഇവന്റെ അമ്മയെ കെട്ടിക്കൊണ്ട് വരുന്ന സമയത്ത് ഞാന് തട്ടുകട നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അന്ന് ഒരു ദിവസം ഇതുപോലെ ഒരു വൈകുന്നേരം നേരത്ത് ഒരു നരുന്ത് പോലത്തെ ഒരു ചെറുക്കൻ വന്ന് ഒരു ചായ ചോദിച്ചു. ഞാൻ ചായ എടുക്കാനായിട്ട് തിരിഞ്ഞതും ഇവൻ ഞാൻ കാണാതെ ഒരു പപ്പടവട എടുത്തു. ഞാൻ ആരാ മോൻ, ഞാനിത് കണ്ടില്ലേ? ഉടനെ തന്നെ പൊക്കിയെടുത്ത് അവന്റെ ചെവിക്കല്ലെന്നൊക്കെ ഒരു ഒറ്റ അടി അടിച്ചു കൊടുത്ത് അവൻ ചുരുണ്ട് കൂടി ഇതാ കിടക്കണ്. അപ്പൊ നരുന്ന് പോലത്തെ പയ്യൻ തിരിച്ചടിച്ചില്ലേ? തിരിച്ചടിച്ചില്ലേ എന്ന് ചോദിച്ചാൽ അപ്പോഴൊന്നും ചെയ്തില്ല കേട്ടോ. പിന്നെ വൈകുന്നേരത്ത് ഒരു പഞ്ചായത്തെല്ലാം കൂടെ കൂടി വന്ന് എന്റെ കടയും കത്തിച്ച് എനിക്കിട്ട് 4 പൊട്ടും പൊട്ടിച്ചു. നരുന്ന് പിള്ളേരെന്ന് പറഞ്ഞ അടിയും കൊണ്ടോണ്ട് വന്ന് നിൽക്കുന്നു. എന്റെ മോനാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പിള്ളേരെല്ലാം കൂടെ എടുത്തിട്ട് അറുമാതിച്ചിട്ട് ഇതാണ് അടിയെന്ന് പറഞ്ഞിട്ട് ഗമയില് നടക്കുക. അത് വന്ന് പറയാൻ നരുന്ന് ചെറുക്കനും. കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് നടക്കുന്നുണ്ട്. എന്റെ കുഞ്ഞപ്പച്ചേട്ടോ 2 ചായ പറഞ്ഞ സമയത്തേ എന്താ ഇവിടെ ഒരു ബഹളം? എടാ ചായ എടുത്ത് കൊണ്ടാ. ഈ സ്ഥിരം പറ്റിയാരെ വരാതാക്കുവോ നീ? നീയൊക്കെ കൂടെ കൂടി കടം കൊണ്ടുവരും. ചായ കൊണ്ടുവന്നോണ്ടിരിക്കില്ലേ? എന്നാ കേട്ടെ. 3 കാളകളെ കൊണ്ട് മഹാശല്യമായിരിക്കുക. ക്രിസ്മസ് അല്ലേ ചേട്ടാ വരുന്നത്? ചന്തയെ കൊടുക്ക്, നല്ല വില കിട്ടും. അയ്യോ ആ കാളകളല്ല, എന്റെ മക്കള് കാളകള്. സത്യത്തില് 3 ആമ്പിള്ളേരാണല്ലോ എന്ന അഹങ്കാരം എനിക്കുണ്ടായിരുന്നു. പക്ഷേ മീശയും താടിയും മസിലും ഒക്കെ വെച്ചപ്പോ ഒരു പ്രയോജനം എനിക്കില്ല. അതാ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ. കാലം എന്തെങ്കിലും നമുക്ക് വായെടുത്ത് മിണ്ടാൻ പറ്റുമോ? ആഹാ എന്താ നേതാവേ ഈയിടയ്ക്ക് ഇങ്ങോട്ടൊന്നും കാണാനില്ലല്ലോ? നേരം വേണ്ടായോ? പാർട്ടി തിരക്കാ. പാർട്ടി തിരക്കോ അതോ പിരിവിന്റെ തിരക്കോ? നിങ്ങൾക്ക് പിരിവൊന്നുമില്ലല്ലോ, അതുകൊണ്ടാ നിങ്ങളുടെ ഒരു സഖാവും രക്ഷപ്പെടാത്തത്. ഞങ്ങളെപ്പോലെ വലിയ വലിയ കമ്പനികളിൽ പോയി പിരിക്കണം. അങ്ങനെ ഞങ്ങൾക്ക് രക്ഷപ്പെടണ്ട, അതില് ഞങ്ങൾക്ക് അന്തസ്സും വേണ്ട. നിങ്ങളെപ്പോലെ ഒരുത്തൻ്റെ കുത്തിന് പിടിച്ച് വാങ്ങുന്ന തൊഴിലും ഞങ്ങൾക്കില്ല. ചോര നീരാക്കി അധ്വാനിക്കുന്ന ഒരു തൊഴിലാളി വർഗം അത് ഞങ്ങൾക്കുണ്ട്. അത് മതി. എടാ മോനെ, കടുപ്പത്തിലൊരു ചായ ഇട്, എനിക്ക് തലസ്ഥാനം വരെ പോകാനുള്ളതാ. ഓ ഡാ പെട്ടെന്ന് കൊടു, അടുത്ത പിരിവിന് പോകാനുള്ളതാ. കുഞ്ഞപ്പൻ ചേട്ടാ
3 അപ്പവും 1 ബീഫും. ഇവിടെ ബീഫ് നിരോധിച്ചിരിക്കുക. ഇനിയിപ്പോ ബീഫിന്റെ പേരിൽ ഇവിടെ പ്രശ്നം ഉണ്ടാക്കരുത്. ചേട്ടാ ഇത് UP അല്ല. അല്ല, ഊപ്പി അല്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞതല്ല. ഇന്നത്തെ വില അനുസരിച്ച് ബീഫ് എനിക്ക് വിൽക്കാൻ കഴിയത്തില്ല. കാരണം GST, ടാക്സ്, പിന്നെ പെട്രോൾ വില. പെട്രോൾ വില കൂടിക്കൊണ്ടിരിക്കുന്നതനുസരിച്ച് വണ്ടിക്കൂലിയും കൂടത്തില്ലേ? ഇതെല്ലാം കൂടെ 1 കിലോ ബീഫിനകത്ത് കയറി വരും. അത് വെച്ച് നോക്കിയാൽ മോനെ, അയ്യോ ഇത് നമുക്ക് മുതലാകത്തില്ലേ. എന്തിനാ ഇറച്ചി വിട്ടുകാരെ പറയുന്നത്? എല്ലാം എടുത്തു വെച്ച ആരാ? ഭരിക്കുന്നവരല്ലേ? ഇവന്മാരൊക്കെ ജയിപ്പിക്കുന്നത് നമ്മൾ തന്നെയല്ലേ? അതെ, അവർക്കൊക്കെ വോട്ട് കൊടുക്കുന്ന നമ്മളെ പോലെയുള്ള ജനങ്ങളെയാ പറയേണ്ടത്. എത്ര കൊലപാതകങ്ങൾ! ഇപ്പോ താജ്മഹൽ ശിവക്ഷേത്രം വരെ ആയി. അങ്ങനെയാണെങ്കിൽ ശബരിമല, ശബരി എന്ന ചണ്ടാള സ്ത്രീയുടെ സ്ഥലമല്ലേ? അവിടെ ഇരിക്കുന്നവരെയൊക്കെ പൊളിച്ചു മാറ്റാൻ പറ്റുമോ? അച്ഛാ ഏ? തുടങ്ങി വീണ്ടും. ഓ പിന്നെ കണ്ടോ അവന്റെ ആൾക്കാരെ പറഞ്ഞപ്പോ ഇളകുന്നത്. അതെന്താ കുഞ്ഞപ്പാ കാര്യം? ഒന്നും പറയണ്ട. ഇവരെ കുറച്ചു നാൾ മുമ്പ് ഈ STP വൈക്കാരുടെ ആൾക്കാർ വന്ന് ശരിക്കൊന്ന് പെരുമാറി. അന്ന് അവരെ പകരം വീട്ടിയില്ലെന്ന ഒരൊറ്റ കാരണത്താലാണ് അവർ രാജിവെച്ചത്. അന്ന് ഞാനും എൻ്റെ ആൾക്കാരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സഹായത്തിന്. അതവൻ മറന്നു. പാർട്ടിയിൽ നിന്നും സംഘടനയിൽ നിന്നും അവൻ സ്വന്തമായിട്ട് രാജിവെച്ചു. എന്നിട്ടും കൂറ് അങ്ങോട്ടാ. അതെ അച്ഛാ, ഭരിക്കുന്നവരെ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ആദ്യം അച്ഛൻ നന്നാ നോക്ക്. അതെ കുഞ്ഞപ്പ, ഇപ്പൊ അവരുടെ ഭരണമാണ്. എന്ത് പോക്കൃത്തം വേണമെങ്കിലും കാണിക്കാം. നമ്മൾ സൂക്ഷിക്കുന്നതായിരിക്കും നല്ലത്. ഇന്ത്യയിൽ ആകമാനം അവരുടെ ഗുണ്ടാ വിളയാട്ടമാണ് നടക്കുന്നത്. ഒന്ന് പോകാതെ. എന്ത് ഗുണ്ടകൾ? ഇത് കേരളമാ. ഇവിടെ അവരുടെ പണി നടക്കത്തില്ല അല്ലേ കുഞ്ഞപ്പാ? ഓ, ഇപ്പൊ നിങ്ങൾ ഒറ്റക്കെട്ടായി അല്ലേ? എന്റെ ദൈവമേ, പറഞ്ഞു തീർന്നില്ല. വരുന്നു ഗുണ്ടകൾ. പോയേക്കാം. ഹലോ നേതാവേ, പോവാന്നോ? അയ്യോ, ഇതാന്നോ ഒറ്റക്കെട്ടെന്ന് പറഞ്ഞത്? ഇനി ഇവിടെ എന്തെങ്കിലും. അതെ, ഈ വീരന്റെ വക്കീലിനെ കണ്ടോ? അത്ര വീര്യമുള്ള വക്കീലിനെ കണ്ടില്ല. അല്പം വീര്യം കുറഞ്ഞ വക്കീലിനെ കണ്ടത്. എന്താ കാര്യം? ആ സിറ്റി കഴിഞ്ഞൊരു ചെറിയ വളവുണ്ട്, അവിടെ ചോദിച്ചാൽ മതി. സിറ്റിയോ? എവിടെ? ഗ്രാമം എന്നാണ്. നിന്റെ സിറ്റി ഞാൻ ഇളക്കും. അതെ, ആ വളവ് കഴിഞ്ഞ് 4ാമത്തെ വീടാ. അവിടെ ചെന്നാ മതി. എന്തിനാടാ നീ ആ വക്കീലിന്റെ വീട് പറഞ്ഞു കൊടുത്തത്? വക്കീൽ എനിക്കൊരു പണി തന്നല്ലേ. ഇരിക്കട്ടെ, റേട്ടിന്റെ പണി. ആരാ? ഓ, മറ്റവനാ. ഹലോ, എന്താ നേതാവേ? അതെ കുഞ്ഞപ്പ, അവൻ പോയോ? അവൻ പോയല്ലോ. അല്ല, നിങ്ങളെ തിരക്കി അവൻ വന്നത്. അതറിയാം. ഞാനൊരു വിഷയമുണ്ടാക്കണമെന്ന് വിചാരിച്ചാ മാറി നിന്നത്. പിന്നെ എൻ്റെ മോള് പുഴയിലൊന്ന് വീണ് കാല് ഉളുക്കിയിരിക്കുക. പാചകം ചെയ്യാനൊന്നും ഇപ്പോൾ അവൾക്ക് കഴിയത്തില്ല. അവൾക്ക് കാപ്പി കൊടുത്ത് വിട്ടേക്കണേ. അപ്പൊ കാശോ? കാശിയാ വന്നിട്ട് തരാമെന്നേ. പറ്റുകുറയായി. കൊടുത്ത് വിട്ടേക്കണേ. ശരി, വച്ചോ. എടാ ഗണപതിയേ, ആ മോഹൻദാസിന്റെ വീട്ടിലെ അയാളുടെ മോക്ക് ഇച്ചിരി കാപ്പി കൊടുത്തു വിട്. ശരി. നീ എവിടെ പോവാ? സ്മിത ചേച്ചിയുടെ വീട്ടിൽ കാപ്പി കൊണ്ട് കൊടുക്കാൻ പോവാ. അങ്ങനത്തോ, ഞാൻ കൊണ്ട് കൊടുത്തോളാം. കുഞ്ഞപ്പ ചേട്ടൻ അറിഞ്ഞാലോ? കുഞ്ഞപ്പൻ ചേട്ടനെന്ന് അറിയില്ല, നീ പറയാണ്ടിരുന്നാ മതി. കയറിപ്പോ. പോടാ. എന്താന്ന് പിടി കിട്ടി. സോഫയിൽ കിടന്നുറങ്ങാണ് കൊച്ചു കള്ളി. ഇതാ കാപ്പി ഇവിടെ തരാൻ പറഞ്ഞു. വേണ്ടായിരുന്നു. വേണ്ട, എണീക്കണ്ട. കാലം വയ്യാത്തല്ലേ. ദൈവമേ, വല്ലതും നടക്കൂ. കാല് ഞാൻ തിരുമ്മി തരണോ? വേണോ ചേട്ടാ? നാളെ ജോലിക്ക് പോണ്ടേ? ഇങ്ങനെ കിടന്നാ മതിയോ? അത് പോണം. ഒരെന്നാലും ഇല്ല.
കാലും കിടന്ന് കിട്ടിയ ആ തൈലം എവിടെയുള്ളത്? ആ ഷെൽഫിൽ ഇരിപ്പുണ്ട്. അലമാരിലൊക്കെയാണ് തൈലം കൊണ്ടൊക്കെ. തൈലോടെ തൈലം കിട്ടിയല്ലോ. ഓ തൈലം കാലും കിടന്ന് കിട്ടിയേ. ആയി ആ പാനും കൂടെ കയറ്റുക. വെളുത്ത കാല്. ഇത് മോഹൻദാസ് ചേട്ടൻ്റെ മോൾ തന്നെയാണോ? തൈലം എൻ്റെ വെളുത്ത കാലുകൾ. ആഹാ എന്ത് സുഖം. എന്തിനാ ഫീൽ ചെയ്യുന്നുണ്ടോ? എന്ത് സുഖം. വെറുതെ കുറേ കാലം ആ കുളിക്കടവിൽ പോയി കളഞ്ഞു. ഒന്ന് നേരത്തെ വീണിരുന്നെങ്കിൽ ഇത്രയും സമയം കളയേണ്ട കാര്യമുണ്ടോ? എന്ത് സുഖം, എന്ത് മിനിസം. അയ്യോ നന്ദിയുണ്ട്, വലിയ വലിയ നന്ദി. ഒന്നും പറയാനില്ല. ദേവി ആ അയ്യോ ഓ തളർന്നു. ഓ ആദ്യം എടുത്തുകൊണ്ടിരിക്കും. ഓ സൈക്കിള്. ഓ അയ്യോ പകല് മുഴുവൻ പണിയെടുത്ത് കിട്ടണ കാശനെ കള്ളും കുടിച്ച് എൻ്റെ മോളെ കഷ്ടത്തിലാക്കല്ലേ വേല ഇതാ. ഇങ്ങനെയാണെങ്കിൽ ചേട്ടാ, കഷ്ടത്തിലാവും. strong ചായ. എന്തുവാ ചായ കുടിച്ചാ പിരിയത്തില്ലയോ? അതെന്താ ചേട്ടാ അങ്ങനെ പറയുന്നത്? ഇവിടുത്തെ ഒരു ചായ കുടിച്ചാൽ 2 പെഗിന്റെ എഫക്റ്റ് കിട്ടും. അതുകൊണ്ടല്ലേ നമ്മളിവിടെ ആന്നോ? എന്നാ പിന്നെ ഒരു 4 ചായ വാങ്ങിച്ചുകൂടി. അപ്പൊ ഇവിടെ കറങ്ങിയടിച്ച് നടക്കാമല്ലോ. അപ്പൊ എനിക്ക് വീട്ടിൽ പോകാം. അയ്യോ, അല്ലെങ്കിൽ പിന്നെ ഇന്നും അയാൾ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാ. ഡാ ഒരു ചായ എടുത്തോട്. ആഹാ, ഇതാര് വക്കീലോ? വക്കീല് ജീവിച്ചിരിപ്പുണ്ടോ? പിന്നെ എന്ത് കരുതി എന്റെ ഷർട്ടും പേരും നടന്നു കയറി ഇങ്ങോട്ട് വന്നു? അല്ല, ആ ഷർട്ടിനകത്ത് ഒരു തലയിൽ 2 ഉണക്ക കാലും കണ്ട് അതുകൊണ്ട് ചോദിച്ചു പോയതാ. പിന്നെന്താ വന്നേ? ഞാനൊരു പ്രഗത്ഭനായ വക്കീലാണല്ലോ. അപ്പൊ ശത്രുക്കൾ ഒരുപാട് കാണുമല്ലോ. ഉവ്വ, എന്നാ വിചാരിച്ച് അമ്പലത്തിൽ പോയി ഒരു ശത്രു സംഹാര പൂജ അങ്ങ് കഴിച്ചേക്കാം. എവിടുന്ന് അവിടെ എഴുതി വെച്ചേക്കുന്ന തുക കണ്ടിട്ട് നേരെ ശത്രുവിന്റെ വീട്ടിൽ പോയി കാര്യങ്ങൾ പറഞ്ഞങ്ങ് കോംപ്രമൈസ്. പിന്നെ ഇവിടെ വക്കീലിനെ അന്വേഷിച്ച് കുറേ പേര് വന്നിരുന്നു. ഇവിടെ ഇരുന്നവന്മാര് വക്കീലിന്റെ വീട്ടിലേക്ക് നേരെ പറഞ്ഞു വിട്ടു. പിന്നെ ഞാനല്ല കേട്ടോ, ഇവിടെ ഇരുന്നവന്മാര്. ഓ വന്ന് എന്താ കാശ്, വക്കീൽ ഫീസ്. വക്കീലിന്റെ ഫീസ് അവര് ഊരിക്കാരണോ അല്ലയോ? ഒരു ചായ വിത്തൗട്ട് ഇരുന്നേക്കാം. സുഖാണല്ലോ അല്ലേ? പരമസുഖം. ഒരു ചായ. ഒരു വട. ഒരു പപ്പടവട എടുത്തു കൂടെ. ചായ എടുത്ത് കുടിച്ചിട്ട് കഴിക്കാൻ വല്ലതും ഉണ്ടാട്ടാ? കഴിക്കാനല്ലേ തന്നത്? 2 അപ്പവും കടലക്കറിയും കൂടെ എടുത്തു കൂടെ. എടുത്തു കൊടുക്കാം. എവിടെ നിന്നേ വന്നത്? എന്തുവാടേത്? നീ സൊമാലിയെന്ന് വന്നാന്നോ? അയ്യോ, എന്തിനാ അയ്യോ അത്രയായിട്ട് മിച്ചം വെച്ചിരിക്കുന്നേ? അതും കൂടെ എടുത്ത് അകത്താക്ക്. എവിടാ? അയ്യോ, കഴുകാൻ പോയവൻ അവിടെ നിന്ന് കുളിക്കാന്നോ? എടാ കാശ്. കാശി പേരല്ല ചോദിച്ചത്, പിന്നെ ഞണ്ണിയന്റെ കാശ് തരാൻ. കാശൊന്നും ഞാൻ എടുത്തിട്ടില്ലല്ലോ. കാശില്ലയോ? എന്നാ ഒരു കാര്യം ചെയ്യ്. അടാ, ആ ഓട്ട വീണ ബക്കറ്റിങ് എടുത്തുകൊണ്ട് ഇവൻ നേരെ വിളിക്കുന്നവരെ വെള്ളം കോരട്ടെ.
അത് ചേട്ടാ ഞാൻ ഒരു കാര്യം ചെയ്യാം. ഒരു കാര്യവും ചെയ്യണ്ട. എന്തുവാ? ഞാനൊരു കൈ നോട്ടക്കാരനാ. ഞാൻ ചേട്ടന്റെ കൈ നോക്കാം. അത് ശരി. അപ്പൊ അതിന്റെ കാശ് എനിക്ക് തരണ്ട. അപ്പത്തിന്ന് കുറച്ചോ? അത് വേണ്ട, അത് വേണ്ട. എന്റെ കാര്യം എനിക്കറിയാം. നോക്കൂ കുഞ്ഞപ്പ ചേട്ടാ, പാവം പിടിച്ച ആളല്ലേ, കാശെടുക്കാൻ മറന്നായിരിക്കും. ആ നമുക്കറിയാലോ കുഞ്ഞപ്പച്ചേട്ടന്റെ കാര്യങ്ങൾ. അതെ, നീ ഒന്നും പറയണ്ട, നീ അവിടെ ഇരി. അത് വേണമാക്കിയില്ലേ? നോക്കൂ കുഞ്ഞപ്പ ചേട്ടാ. എന്നാ നോക്ക്. സ്റ്റൂള് നീക്കിയിടും. ഇത് ഈ രേളൊക്കെ എന്താ പറയുന്നത് നോക്ക്. എനിക്ക് കഷ്ടം പിടിച്ച കാലമായി ഈ പിള്ളേരെ കൊണ്ടേ. എന്നാ പിന്നെ ചേട്ടൻ തന്നെ നോക്ക്. ഞാൻ എന്തിനാ ഇവിടെ വന്നിരിക്കണ? എടാ, എന്റെ ആഹാരം വാങ്ങിച്ചു കഴിച്ച് പൈസ തരാതെ എന്നോട് തന്നെ പിന്നെ നോക്കണ്ടേ? കൈ നോക്കടാ കണ്ടു. പിള്ളേരിക്കുന്നു എന്റെ മുഖത്തൊക്കെ തെറി വിളിക്കുന്നോടാ. അതല്ല പറഞ്ഞേ, ഓ മൂഞ്ചിയെ പാത്താ തെരിയും പ്രമാദമാണ് ആളെന്ന്. അതൊക്കെ ആൾക്കാര് പറയുന്നുണ്ടേ കടയിൽ വന്നിട്ടേ. കണ്ടാ പറയും. ആണോ? അത് ചേട്ടാ, ബുധനാഴ്ച ചാളം വെട്ടി കഴി വെച്ചാ ഐശ്വര്യം നശിക്കും. അത് ശരിയാണല്ലോ. പിന്നെ എനിക്കത് പലപ്പോഴും ശരിയാണെന്ന് തോന്നിയിട്ടുണ്ട്. ഇനിയിപ്പോ ചാള വേണ്ട ഇല്ലയോ? ചേട്ടാ, തെക്കോട്ട് തിരിഞ്ഞ് ഒരിക്കലും പല്ല് തേക്കരുത്. പിന്നെ അഥവാ അങ്ങനെ നിർബന്ധം ഉണ്ടെങ്കിൽ 2 കാന്താരിമുളക് എടുക്കുക. എന്നിട്ട് അതെടുത്ത് മൂക്കിന്റെ ദ്വാരങ്ങളിൽ വെക്കാൻ മറക്കരുത്. ചേട്ടോ, തിങ്കൾ, ചൊവ്വ, ബുധൻ എന്നീ ദിവസങ്ങളിൽ ജട്ടി ധരിക്കാൻ പാടുള്ളതല്ല. നിർബന്ധം വച്ചാ കുറച്ച് നായ്ക്കുരണപ്പൊടി വിതറിയ ശേഷം ആകാം. അതങ്ങോട്ട് സുഖിച്ചല്ലയോ? കേറിപ്പൊളി. കാര്യം പറഞ്ഞേ ഉള്ളൂ. പറ. ഭിത്തിയിൽ ഷക്കീല, മറിയ, രേഷ്മ, സണ്ണി ലിയോൺ ഇവരുടെ ആരുടെയെങ്കിലും ഛായാചിത്രം തൂക്കിയിടുന്നത് നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും നല്ലതാണ്. ചേട്ടാ, കൊളുത്തു പോയ ബ്ര, ഇലാസ്റ്റിക് ഇല്ലാത്ത ജട്ടി, വള്ളി പൊട്ടിപ്പോയ അടിപ്പാവാട എന്നിവ വീടിന്റെ വടക്ക് കിഴക്ക് മൂലയിൽ സൂക്ഷിക്കുന്നത് അശുഭ ലക്ഷണമാണ്. ബെഡ്റൂമിൽ തൂക്കിയിടുന്നോണ്ട് കുഴപ്പമുണ്ടോ? ചേട്ടാ, ഇത് ആയുർരേഖ. ഇത് വന്ന് ഇങ്ക ചേരുമ്പോത് നിങ്ങൾ സത്തുപോകും. അല്ല, അതിന് വലിയ താമസമൊന്നുമില്ല. എന്തുവാടാ? നോക്കുന്നത്? എന്തു വെച്ച പരിപാടി? കൈ നോക്കിക്കൊണ്ടിരിക്കുക. എന്തുവാ? ഇവൻ ഏതോ അച്ഛനറിയാവോ? ഇവിടെ ഇറക്കുമതി ചെയ്ത പുതിയ പ്രാന്തനാ. പ്രാന്തൻ. അയ്യോ, അപ്പൊ 40 രൂപ 40 പൈസ വെള്ളത്തില് സ്വാഹ. അമ്മായി, ആരാ അത്? വാ മോനെ, ഇരിക്കി. ഇരിക്കാം അമ്മായി. ആശ എവിടെ അമ്മായി? മോളെ ആശേ, ദേ വിളിക്കുന്നു. ആശേ, എന്തുണ്ട് വിശേഷം? ഇത് ഞാൻ നിനക്ക് വേണ്ടി വാങ്ങിച്ചതാ. എന്നാ പിടിച്ചോ. വാങ്ങിച്ചോടി, പെണ്ണിന്റെ ഒരു നാണം. ഒന്നുമില്ലെങ്കിൽ നിന്നെ കെട്ടാൻ പോകുന്ന ചെറുക്കനല്ലേ? പിന്നെ കെട്ടാൻ പോകുന്ന ചളക്ക്. ഇങ്ങ് തന്നേരും മോനെ, ഇതിനകത്ത് എന്തൊക്കെയോ ഉണ്ടോ എന്തോ. കല്യാണം കഴിഞ്ഞാൽ ഞാൻ നിന്നെ എൻ്റെ കൂടെ കൊണ്ടുപോകും. അതുകൊണ്ട് എന്തെങ്കിലും ചെയ്തു തീർക്കാനുണ്ടെങ്കിൽ വേഗം ചെയ്ത് തീർത്തോണം. എല്ലാം ചെയ്ത് തീർക്കാം. എന്താ, എല്ലാം പറഞ്ഞോ? ഇല്ലില്ല, എല്ലാം വേഗം ചെയ്ത് തീർക്കാന്ന് പറയായിരുന്നു. മിടുക്കി. എന്നാ ഞാൻ പോട്ടെ. അയ്യോ, മോൻ പോവാണോ? ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചില്ലല്ലോ. അതൊന്നും വേണ്ടെന്നേ, ഗൾഫിൽ വെള്ളം കിട്ടിയില്ല, പിന്നെ അല്ലേ നമ്മുടെ നാട്ടിൽ. എന്നാ ഞാൻ പോട്ടെ ആശേ. പാവം കിടന്ന് കഷ്ടപ്പെടുക. അതെ, പാലിപ്പോ വന്നതേ ഉള്ളൂ. ഒന്ന് തിളച്ചോട്ട്, ഇപ്പൊ തരാൻ ചായ. ഇതാരുടെ അയ്യപ്പനാ? എവിടായിരുന്നു ഇത്രയും കാലം? ഒരു യാത്ര പോയിരുന്നു. ശബരിമലയിലോ? അയ്യപ്പനല്ലയോ, അങ്ങനെ പെട്ടെന്നിറങ്ങി വരാൻ പറ്റുമോ? അയ്യപ്പ ഐരി
നമ്മുടെ പപ്പടവടയെ കുറിച്ചൊരാശയം കവിയുടെ ഉള്ളിൽ ഉദിച്ചു എന്നറിഞ്ഞു. അത് പാട്ട് രൂപത്തിലാക്കിയെന്നും പറഞ്ഞു. അതൊന്ന് ഇവരെയൊക്കെ പാടിയാട്ടെ. കേക്കട്ടെ അവര് പാടും. എന്നാ തുടങ്ങാല്ലേ? എടുത്തിട്ടുണ്ടല്ലേ? അതെ, രാത്രി വരെ കിടക്കണം കേട്ടോ. ശരിയാക്കിയിട്ടുണ്ട്. ആ എന്നാ പിടിക്കാം അങ്ങോട്ട്. ഇങ്ങോട്ട് ഇറങ്ങണിക്കട്ടെ. ഓ ഒരുങ്ങി ഇറങ്ങിയാൽ പിന്നെ അങ്ങോട്ട് ഉർവശിയാ. ഇറങ്ങ. ആ അതെ, കട പൂട്ടിക്ക്. പിന്നെ യുവന്മാർ ചോദിച്ചാൽ ഒരു ചില്ലി കാശ് കൊടുക്കരുത്. യുവന്മാർ വല്ല പോഞ്ചാനും വിളിച്ചിട്ടേ ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാ. പിന്നെ ഈ കൂട്ടത്തിൽ അല്പം വിശ്വസിക്കാൻ കൊള്ളാവുന്ന നീയേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവരും കഞ്ഞി കുടിച്ച് കഴിയുന്നത്. ഇടി ഉണ്ടാക്കിയിട്ട പലഹാരമൊക്കെ കഴിഞ്ഞോ? ആ അതിനിയും പൊടിഞ്ഞു പോകാതെ നോക്കിക്കോണം. ഇങ്ങനെ പോയ പൊടിയും കുറെ. എന്തോ നോക്കിക്കുന്നു? പോകുന്നില്ലയോ? പൊടി രാവിലെ നേരത്തെ വരണം. പൂട്ടിയില്ലടാ. പൂട്ടോ അച്ഛാ? ഈ അച്ഛൻ എന്നും രാത്രി എവിടാ പോന്നേ? ഒരു അപ്പത്തിന്റെ പൈസ കൊടുത്ത് എനിക്ക് പൊക്കണം. അതെ, ഒരു കാര്യം ചെയ്യും. ഗണപതി സാധനമായിട്ട് ഗ്രൗണ്ടിലുണ്ട്, നമുക്ക് അങ്ങോട്ട് പോവാം. വാ വാ സാധനം കേട്ടോ. ആ യുവന്മാരിത് എവിടെ പോയി കിടക്കണ? കട നിറച്ച ആളുകൾ വന്നിരിക്കുക. യുവന്മാരെന്നെ മെനക്കെടുത്തിക്കേ ഉള്ളൂ. എനിക്കെന്തെങ്കിലും ഉപകാരം ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് 3 എണ്ണത്തിന് ഉണ്ടാക്കിയിട്ടത്. അവന്മാർ നമുക്ക് ഉപയോഗിക്കില്ലെന്ന് വെച്ചാൽ എന്തോ ചെയ്യുന്നറാ. ആ ഫാസ്റ്റ്. ഓ കള്ളന്മാർ രാത്രി അടിച്ച് പൂസായി കിടക്കുക. യുവന്മാർ ഇന്ന് ഞാൻ മണി 8 യുവന്മാർ. എടാ ബാബുവേ ഡാ രതീഷേ, എണീക്കടാ. ഉള്ള കൊച്ച് കുറച്ചുകൂടെ കണിയിട്ടെന്ന്. അയ്യോ നിന്റെ അച്ഛൻ. ഓഹോ, അപ്പൊ നിന്റെ അച്ഛൻ വേറെയാണോ? എണീക്കടാ. കടയിലോട്ട് വാടാ. എണീച്ചു വാ. കുളിച്ച് റെഡിയായിട്ട് വാ. ഞാനേ ഒറ്റയ്ക്ക് കിടന്നുള്ളത് കൊമയ്ക്കുക. ഇങ്ങനെ ഒറ്റയ്ക്കാണെങ്കിൽ വേറെ പോയി കെട്ട്. എന്തോന്ന് അച്ഛത്? ഈ പാല് കൊണ്ട് നിത്ത പൽക്കരി പെണ്ണി പലം തായു ചിക്ക ആ പോരട്ടെ പോരട്ടെ. എന്താ ഇന്നലെ രാത്രിയിൽ എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ ഇന്നും വരാം. എന്താ ഇത്? ഒരു ഉമ്മ തരാമോ? വീണ്ടും അച്ഛൻ. അച്ഛന് വരാൻ കണ്ട സമയം ഇന്ന് രാത്രിയിലും കൂടെ ഒന്ന് സെറ്റ് ചെയ്യാറ്. ഓടിക്കളഞ്ഞില്ലയോ? ഇങ്ങനെ എന്തുകൂടെ നോക്കിക്കണേ? അവിടെ ആളുകൾ ചായക്ക് വേണ്ടി കാത്തിരിക്കുന്നത് കണ്ടോ? കഴിക്കാൻ വേണ്ടി വന്നിരിക്കുക. ഇങ്ങനെയാണെങ്കിലേ ഈ പാല് കൊണ്ടുവരൊക്കെ ഞാനങ്ങ് നിർത്തിക്കും. പെട്ടെന്ന് ചായ ചെയ്തോണ്ട് വേണം. രാവിലെ ഇറങ്ങിക്കോളും. ഒന്നുകൂടെ കുഞ്ഞു നോക്ക്, വല്ലതും കാണും. ആ നീ വന്നോ? എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ? അതെന്താ? അത്രയ്ക്ക് എനിക്കിഷ്ടമല്ലേ രതീഷേട്ടന്. അത് നീ മനസ്സിൽ വെച്ചാൽ മതി മോളെ. അതെന്താ? എന്നെ ഇഷ്ടമല്ലേ? നീ പോയി നിന്റെ സുഖനെ പ്രേമിക്ക്. അയ്യോ അച്ഛൻ. എടി കൊച്ചെ, നിന്നോട് നേരത്തെ കാലത്ത് കടയിൽ വരണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ഞാൻ ചിട്ടിയനാശിയുടെ കാശ് കൊടുക്കാൻ പോയതാ. ഓ, ഞാൻ വിചാരിച്ച അണ്ണാച്ചിയുടെ കൂടെ ഒളിച്ചോടി പോയി കാണുമെന്ന്. നിന്ന് ശൃംഖരിക്കാതെ ജോലിയൊക്കെ വെച്ചേ. എടാ കത്തി താമ്പട്ടാളെ നീ അങ്ങോട്ട് കൊടുക്ക്. എടി കൊച്ചെ, ഇവനൊക്കെ ഉണ്ടല്ലോ, ഒരു സാരി നനച്ചിട്ട് അതിനകത്ത് ആരാണെന്ന് നോക്കുന്ന മോന്മാര്. കൂടുതൽ അടുപ്പമൊന്നും കാണിക്കണ്ട, പറഞ്ഞ പണി അങ്ങോട്ട് ചെയ്താൽ മതി. മനസ്സിലായോ? വരുന്നുണ്ട് ബ്ലണ്ടർ അടിക്കാൻ. അതെ,
കുഴിത്തടത്തിലെ ഗോമതിയുടെ മോള് ഇന്നലെ ആരുടെയോ കൂടെ ഒളിച്ചോടിയെന്നോ തട്ടിക്കൊണ്ടുപോയെന്നോ കേട്ടു. ശരിയാണോ കുഞ്ഞപ്പ? ഇന്നാളെ ഒരു ചെറുപ്പക്കാരൻ ഇവിടെ വന്ന് ഒരു ചായക്ക് ഓർഡർ ചെയ്തു. എന്നിട്ട് അവൻ ചോദിക്കുക, ഈ ഗോമതി ചേച്ചിയുടെ വീട് എവിടാണ്? ഞാൻ അപ്പം തന്നെ അവനെ ഒന്ന് നോട്ട് ചെയ്തു. ഈ ഗോമതിക്ക് ഒരു മോളുണ്ടല്ലോ. ഇന്നലെ വൈകിട്ട് അറിയുന്നത് ആ പെണ്ണ് ഈ ചെറുക്കനോട് ഒളിച്ചോടി പോയെന്ന്. എങ്ങനെയുണ്ട്? ഏതാ അപ്പൊ സത്യമാണ്? സത്യമാണോ? ഞാൻ അറിഞ്ഞ കേസല്ലോ. പക്ഷെ എന്റെ മക്കളുണ്ടല്ലോ, ഞാൻ വരച്ച വരയിൽ നിർത്തും. ഈ ഡെസ്കിൽ നിന്ന് തുടച്ചു കൊടുത്തില്ലയോ? ആ തുടച്ചോ. എന്നിട്ട് അതെ, കഴിക്കാൻ എന്തുണ്ട്? കഴിക്കാനിപ്പോ അപ്പം ഉണ്ട്. എന്നാ ഒരു 5 അപ്പം എടുത്തോ. കറി കറി ഇപ്പം മുട്ടക്കറി എടുത്താൽ മതി. മതി. ഗണപതി, ഒരു 5 അപ്പം മുട്ടക്കറി എടുത്തോ. ഇവിടെ പുതിയ താമസക്കാരാണോ? അതെ. ഏത് വീട്ടിൽ താമസിക്കണം? തെക്കേക്കര വീട്ടിൽ. കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. ചേച്ചി ആ എന്തൊക്കെയുണ്ട്? എന്താ കാപ്പി? ഇത് വേണ്ട. കുഴപ്പമില്ല, കാലം വയ്യാത്തല്ലേ, സാരല്ലേ. അത് ഇന്നലെ രതീഷേടൻ ചെയ്തപ്പോഴേ മാറി. അറിയാം, ഞാനെന്തും പോന്നാ. പിന്നെ എൻ്റെ തടവിലൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാമായിരുന്നു. അച്ഛനെവിടെയാ? അത് സമയത്ത്. ഓ അച്ഛൻ. ഹലോ, എന്താ അച്ഛാ? ഓ ശരി ശരി ശരി. അച്ഛനായിരുന്നു, കാശിന് വേണ്ടിട്ടാ. അതായിരുന്നോ? എന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, ഞാൻ വിചാരിച്ചു. എന്താ വിചാരിച്ചേ? ഒന്നുമില്ല, ഞാൻ അച്ഛൻ വരുമ്പോ പറയാം. ശരി, എന്നാ പോട്ടെ. എന്നാ ഞാൻ പോവാണേ. ശരി, അച്ഛനെ വിളിക്കുന്നുണ്ട് നേരം. അയ്യോ, ഇന്നെങ്കിലും പൈസ കൊടുക്കാം. എന്നും കടം പറഞ്ഞിട്ടില്ലല്ലോ. ഇന്നലത്തെ കാശ് എന്ത്? നാളെ തരാം. നാളെ നീളെ കാശ് കുറെ ആയി കേട്ടോ. പറ്റുവെക്കൽ കുറെ പേജും കഴിഞ്ഞില്ലേ. അയ്യോ അയ്യോ. നിന്നെ ആ പള്ളി കമ്മിറ്റിന്ന് മാറ്റി കുഞ്ഞപ്പൻ ചേട്ടോ, കുറെ ന്യൂ ജനറേഷൻ പിള്ളേരുണ്ട്. ഇവന്മാര് നമ്മൾ പറയുന്ന അഭിപ്രായങ്ങൾ ഒന്നും കേൾക്കത്തില്ല. ഇവന്മാർ നമ്മെ ഉടനെ പിള്ളേരെ കുറ്റം പറഞ്ഞോ, അല്ലാതെ കുഞ്ഞപ്പൻ ചേട്ടാ, ചെറുക്കനെ പിടിച്ച് കെട്ടിച്ചു അല്ലെങ്കിൽ പ്രശ്നമാവോ? വെറുതെ അവന്മാരെ ഉണ്ടാക്കി ആ സമയത്ത് 2-3 മൂടും വാഴ വെച്ചാൽ മതിയായിരുന്നു. പ്രായം അതല്ലേ കുഞ്ഞപ്പൻ ചേട്ടാ? പ്രായോ? എന്തോന്ന് പ്രായം? നമ്മൾ ഈ പ്രായമൊക്കെ കഴിഞ്ഞല്ലേ വന്നത്. മറ്റേ പള്ളിവെക്കലെ കാര്യം ഞാൻ പറയണോ? ആവശ്യമില്ലാത്ത കാര്യം ഇപ്പൊ എന്തിനാ പറയുന്നത്? തീപ്പെട്ടി പോലെ ഓരോ സാധനം ഉണ്ടാക്കി വെച്ച് പിള്ളേരെ വഴിതെറ്റിക്കാനായിട്ട് മൊബൈലെന്ന് പേരും. കാശില്ലായിരിക്കില്ലയോ? കാശ് പതിവാന്നല്ലേ. കോട്ട് വിട്ടോണ്ട് നടക്കുക. അയ്യോ, പണിയായല്ലോ. ദൈവമേ, എല്ലാവർക്കും സെൻഡായല്ലോ. സ്മിത, പക്കത്ത് വിട്ട് ചേച്ചി, എല്ലാ പെമ്പിള്ള വാട്സപ്പിലൂടെ സെൻഡായിപ്പോയി. വക്കീലേ, വല്ലാത്ത പണിയായിപ്പോയി. ചേച്ചി ചേച്ചി എന്താ രതീഷേ? ചേച്ചി, അതെ അത് പിന്നെ സോറി കേട്ടോ, ഒരു തെണ്ടി എനിക്ക് പണി തന്നതാ. അത് സാരില്ല, എനിക്കിഷ്ടമായി. എന്ത് തുണ്ടോ?
പോടുങ്ങ ഈ രതീഷിന്റെ ഒരു കാര്യം. ദോണ്ടേ വക്കീല് ഏതോ ജാമ്യം തള്ളി ക്ഷീണിച്ചു വരുവാ. ഇവനല്ലേ പൂനെ കുണ്ടിന്ന് പറഞ്ഞ അളിയനെ പോലീസ് സ്റ്റേഷനിലാക്കിയത്. ആ വക്കീലേ, വക്കീലേ, എന്നാ മനസ്സിലായോ? എന്നെ കേസ് ഏൽപ്പിച്ച ആള് ഒന്നല്ലല്ലോ. അല്ലല്ല. എങ്കിലും ഓക്കെ. വക്കീലിന് എൻ്റെ ഈ കീച്ചേരി മുന്നേ അറിയാമോ? കീച്ചേരി മുന്ന അറിയില്ല. പൂനെക്കുണ്ടി ഹൗസ് എന്ന് കേട്ടിട്ടുണ്ടോ? എങ്ങനെ? പൂനെക്കുണ്ടി ഹൗസ്. പൂനെ കുണ്ടിയോ? അറിയില്ല. അയ്യോ നിനക്കറിയില്ലല്ലേ? IPC 304 രണ്ടുപേർക്ക് മതിയായില്ലേ? ഇപ്പൊ അതിനാണ് അടിച്ചത്. കോടതി കയറരുത്. കളരി മൊത്തം പഠിച്ചിട്ട് വന്നാന്ന് തോന്നുന്നു. ഭയങ്കര ആയിപ്പോയി. എന്റെ വക്കീൽ ദൈവമേ, പല്ലളകി. പൂനെ കുണ്ടി മൊത്തം പോയി. ഹലോ, ഇതൊരു ഉമ്മയിലടി ഞാൻ ചോദിച്ചുള്ളൂ. ഞാൻ പറഞ്ഞ കേൾക്കണ്ടോ? അതെ, ഞാൻ എത്ര ദിവസമായിട്ട് ചോദിച്ചു. ഹലോ, നീ എന്റെ പെണ്ണുമ്മളോട് മൊബൈലിൽ വീഡിയോ നിന്നെ ഞാൻ എന്തൊക്കെ ആശയായിരുന്നു. പക്കത്ത് വീട്ടിൽ ചേച്ചി എല്ലാം പോയി. ഇനി ആ സ്മിതയേ ഉള്ളൂ. നത്തോലിയെങ്കിൽ നത്തോലി കഴിച്ചല്ലേ പറ്റൂ. പോട്ടെ, പിന്നെ കാണാം. അയ്യോ അമ്മ, നീ ഇന്നലെ രാത്രി എവിടെ പോയിരുന്നു? ഇതെന്താ രാധാമണി, ഭയങ്കര ഗൗരവത്തിലാണല്ലോ. എന്തുവാ ആശ? എന്തിയേ? അവളെ ചത്തുപോയി. അത് അങ്ങനെ പറയരുത്. സ്വന്തം മോളല്ലയോ? അയ്യോ, ദേ മോനെ മര്യാദയ്ക്ക് വളർത്തണം. ഏതോന്റെ കാര്യമാ? അല്ല, 3-4 ഉണ്ടേ. അതിലാരുടെ കാര്യമാ? ദേ അവനോട് ചോദിക്കും. ഈ വായ്നോക്കികൾ കാരണമേ പെൺമക്കളെ നേരാവണ്ണം വളർത്താൻ പറ്റുന്നില്ല. നിങ്ങൾ അതിനൊക്കെ കാരണം. കൊറേ മക്കളെ ഉണ്ടാക്കി നാശം പിടിച്ച തള്ള പണി തീർന്നടാ നീ. ഇവിടെ വാടാ. എന്താ അച്ഛാ? ഇവിടെ വരാൻ. വരണോ? ഇങ്ങോട്ട് വാടാ. ഇവിടെ വാ. ഇവിടെ ഇല്ലേ? ഇവിടെ ഇല്ലേ? നീയേ എന്തുവാ പറഞ്ഞത്? ചേടാ, നീയൊക്കെ ഒരു സൗകര്യവും തരൂല്ലെന്ന് വെച്ചാൽ എന്തോ ചെയ്യുമെന്ന് പറ. തള്ള വന്ന് പണി തന്നു തോന്നുന്നു. നീ അവരും തമ്മിൽ എന്തോ എന്ന വഴക്ക്? അത് പിന്നെ ഏത് പിന്നെ? ഞങ്ങള് തമ്മിൽ അടുപ്പത്തില്ല. ആ തൈ കളവിയുമായിട്ടോ? അല്ല, അവരുടെ മകൾ ആശയ. അവളുടെ മകള് ആശയ. നായിന്റെ മോനെ, കൊറേ നാളായി കൊന്നുകളയും നായിന്റെ മോനെ. കുറച്ച് നാളുകൊണ്ട് നീയൊക്കെ കിടന്ന് അഹങ്കരിക്കുന്നുണ്ട് കേട്ടോ. എടാ, ആദ്യമേ ജീവിക്കാനുള്ള മാർഗം നോക്കണം. എന്നിട്ടേ നീയൊക്കെ ഇഷ്ടമുള്ളവളുമായിട്ട് പോയിട്ട് അറുമാദിച്ചോ. എന്തുവാടാ, പോയി ജോലി നോക്കടാ. പോ. ഓ, അവൻ്റെയൊക്കെ ഒരു പ്രേമം. ഇത്രയും തടിമാടന്മാരായിട്ട് ഇപ്പോഴും ഞാനാ ചോറ് കൊടുക്കുന്നത്. എൻ്റെ ദൈവമേ, യുവമാരെ കൊണ്ട് മഹാശല്യമായല്ലോ. നാട്ടിൽ പെൺപിള്ളേർക്ക് ജീവിക്കാൻ പറ്റില്ലെന്ന് വെച്ചാൽ എന്തോ ചെയ്യുമെന്ന് പറ. ഇതുപോലെ തള്ളമാര് കയറി ഇറങ്ങും. ഹലോ, അതെ, എന്റെ കല്യാണം അശോകനുമായിട്ട് ഉറപ്പിച്ചു. ഇനി എന്നെ കാണാൻ വരണ്ട. അശോകനുമായിട്ടുള്ള കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിൽ അമ്മ ആത്മഹത്യ ചെയ്യുന്ന പറയുന്നത്. കോപ്പ്. അതുകൊണ്ട് ഞാൻ കല്യാണത്തിന് സമ്മതിച്ചു.
അമ്മേ അമ്മേ എനിക്ക് അശോകനെ വേണ്ട അമ്മേ. എന്താടി അവനൊരു കുറവ്? ഗൾഫിലെ ജോലി, അത്യാവശ്യത്തിന് കാശ്, അല്ലാതെ നിന്റെ ചായക്കടക്കാരനെ പോലെ ചായ ഗ്ലാസ് കഴുകലല്ല പണി. അമ്മേ ഞാൻ പറയുന്നേ ഒന്ന് കേക്കമ്മേ. നീ ഒന്നും പറയണ്ട. നീ ഈ കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിലേ ആഹാരത്തിൽ വല്ല വിഷവും ചേർത്ത് കഴിച്ച് ഞാൻ അങ്ങ് ചത്തു കളയും. സവിത പറ, അവള് നമ്മുടെ കടയിൽ അടയിരിക്കുമായിരിക്കും. അവൾക്ക് മിക്കവാറും തേപ്പ് കിട്ടും. തേപ്പ് അവക്കല്ലടാ, നിനക്കാ. ആ അങ്ങനെ ബാബുവും ശശിയായി. സാരമില്ലടാ ബാബു. സാരല്ലടാ, അവള് പോയ മറ്റൊരാള്, അത്രേ ഉള്ളൂ. ശരി. ഹലോ. ആ വരണോ? ആ ശരി 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 ശരി. ആ വരാം 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 വരാം. ഓ തീർച്ചയായും. ഓ ഓക്കെ. എന്തോടാ? വന്നല്ലോ. പാലൊക്കെ പിന്നെ കുടിക്കും. കൊള്ളാലോ. അയ്യോ, ഐസൊക്കെ നോട്ടുണ്ട്. ആപ്പിൾ ഒരെണ്ണം കൊടുത്താലോ? നോക്കാം. ഇത് കഴിച്ചോളൂ. എന്ത് പറ്റി? എന്ത് പറ്റി? എൻ്റെ ഭക്ഷണമായിട്ട് മുത്തപ്പ. എന്തു പറ്റി മോളെ? എന്തു പറ്റി? എന്തു പറ്റി മോനെ? അറിയില്ല അമ്മായി. അങ്ങനൊന്നുമില്ല. ദേ ഇത് കൊടുത്തപ്പോഴാ. അവന്റെ ഒരു ആപ്പിള് കൊടുപ്പ്. ആവശ്യത്തിന്. സാരമില്ല മോളെ, സാരമില്ല. ആ ഹലോ രഘു, ഒന്ന് വേഗം വീട്ടിലോട്ട് വരണം കേട്ടോ. ഹോസ്പിറ്റൽ വരെ പോകാനാ. ആ ശരി. എൻ്റെ ദൈവമേ, സാരമില്ല മോളെ, സാരമില്ല. രാത്രി കളരാത്രി ആയല്ലോ. എൻ്റെ ഭക്ഷണമായിട്ട് മുത്തപ്പ. മോളെ പതുക്കെ സൂക്ഷിച്ച്. ചൈനയോട് ആപ്പിളല്ല, പണ്ടാരടങ്ങും. സൂക്ഷിച്ച് മോനെ. ഞാനും വരാം. അമ്മായി വരണമെന്നില്ല, ഞാൻ പോയിട്ട് വരാം. ആ വിട്ടോ വിട്ടോ. അടുത്ത ആൾ വിളിക്കൂ. ആ ശരി, സൂക്ഷിച്ച്. ഇവിടെ ഇരിക്കുക. എന്തു പറ്റി? ഛർദില. ശ്വാസം വലിച്ചേ. ആ വലിച്ചേ. ഓക്കെ, പുറത്തേക്ക് ഇരുന്നോളൂ. ആ ശരി. നിങ്ങൾ അവിടെ ഇരിക്കൂ. ഓക്കെ ഓക്കെ. കൺഗ്രാചുലേഷൻസ്. എന്തിന്? ഇന്നായിരുന്നു കല്യാണം അല്ലേ? അതെ, അതിനായിരുന്നോ? ലവ് മാരേജ്? എന്തായാലും കുഴപ്പമില്ല. നിങ്ങളുടെ ഭാര്യ 3 മാസം ഗർഭിണിയാണ്. മുത്തപ്പ പണി തന്നല്ലോ. കല്യാണം കഴിയുന്നതിന് മുമ്പ് പണി പറ്റിച്ചു. ഗുഡ്. നീയാണടാ ആണ്. എന്ത് ചെയ്യും? ഇതത്ര കാര്യാക്കണ്ട. ആദ്യമല്ലേ, പിന്നെ പരിചയിക്കോളൂ. ഇതിലും വരെ എന്തോ വരാനിരുന്നതാ. ഇതിലും വരെ എന്ത് വരാൻ? പണിപാലം വെള്ളത്തിൽ കിട്ടി. കോപ്പ് ദാ ഇരിക്കുന്നുണ്ടല്ലേ ആട്ടക്കാരി. വീട്ടിലോട്ട് വാ. എന്താ?
റംബ ഇതൊരു പുതിയ ബ്രാൻഡാണല്ലോടാ. കൊള്ളാലോ സാധനം. നമുക്കൊന്ന് പരീക്ഷിച്ചാലോ? എന്നാ വാ, നമുക്ക് ഇപ്പൊ തന്നെ കടയിൽ പോയി അടിച്ചേക്കാം. ഓ, ഇവൻ എവിടെ പോയി കിടക്കുക? മനുഷ്യന്മാര് ഭ്രാന്ത് ഒഴിച്ചിരിക്കുമ്പോഴാ ഇവന്റെ ഒരു പോക്ക്. നീ അവനെന്ന് വിളിച്ചേ. എടാ സമാധാനിക്ക്, ടെൻഷൻ അടിക്കാതിരിക്കും ബാബു. ഒന്നിലും നീ കഴിച്ച ചോറിന്റെ ബാക്കിയാ ആശുവം കഴിക്കുന്നത്. അതിന് നീയാണോ ഭാഗ്യവാൻ. എന്നാലും മണ്ടന്മാര് ഡെയിലി ഇന്നത്തെ കട്ടൻ ചായ ചേർക്കണമെന്നും അറിയുന്നില്ല. ഈ കുന്തെന്താന്ന് അറിയാത്ത. വരുന്നു. ഒന്ന് വേഗം പാടാ. എന്താണ് താമസിച്ചേ? ജംഗ്ഷനിൽ നിന്ന് സമയം പോയതാ. മനുഷ്യന്റെ ചങ്കിന് തീ പിടിച്ചിരിക്കുമ്പോഴാ. എന്നാ കുടിക്കണ്ട, തീ കത്തും. ഒന്ന് പോടാ. എന്നാ പിടിച്ചോ. കൊള്ളാലോടാ. അമ്പോ, ഇതേത് ബ്രാൻഡാടാ? ഇതെന്താടാ പുതിയ ബ്രാൻഡോ? വേറെ ഒന്നും ഇല്ലായിരുന്നു, ഞങ്ങക്ക് കിട്ടിയത് ഞങ്ങള് വാങ്ങിയിട്ട് വന്നു. ബെസ്റ്റ്. എന്തായാലും കുഴപ്പമില്ല, നീ പോട്ട് ചോദിക്ക്. നിനക്ക് ഏത് വിഷമാണേലും കുടിക്കുമല്ലോ, അതാണല്ലോ നിന്റെ സ്ഥിതി. എന്നാ പൊട്ടി ചോദിക്കടാ മോനെ. എന്താ കാണിക്കുക മണ്ടന്മാര്. പെട്ടെന്ന് ആട്രാ. എന്നാ പിടിച്ചോ. അതെങ്കിതാ. അങ്ങോട്ട് പോയ കട്ടക്ക് ഒഴിക്കുക. എങ്ങനെ അടിക്കുന്നു? അടിച്ചിട്ട് വല്ല വീട്ടിലും പോയി കയറാനാ. ഇത് കഷ്ടപ്പെട്ട് കുടിക്കില്ലടാ. കടയിലോട്ട് ചെല്ല്. ശരി. എന്നാലും അവളെന്നെ ചതിച്ചു. ഇല്ല, വിടില്ല അവളെ ഞാൻ. അവളെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. എന്താടാ മറന്നുകളേടാ. അവളെന്നെ ചതിച്ചു. നിനക്ക് സങ്കടമുണ്ടോ? സാരമില്ലടാ, അവള് പോന്നെങ്കിൽ പോട്ടെ. നാട്ടിലത്ര പെണ്ണുങ്ങളിരിക്കുന്നു. ചായ കുടിക്കാനാണെങ്കിലും ചായക്കട വാങ്ങോടാ. എനിക്ക് ഈ ചായക്കട വേണം. അതെങ്ങനെ പറ്റും? ആ ചായക്കട വേറെ മുതലാളി വാങ്ങിയില്ലേ? അതിന് നമ്മുടെ ചായക്കടയിലടാ. ഞാനത് തിരിച്ചു വാങ്ങിക്കും. എടാ, വല്ല പണിയും കിട്ടുമേ. എനിക്ക് അവളെ ഒന്ന് കാണണം. ആടാൻ തുടങ്ങി. എവിടെയെങ്കിലും പോട്ട്. ഞാൻ എവിടെയെങ്കിലും ഒക്കെ ഞാനും അങ്ങോട്ട് പോവാ. നടക്കാൻ ഇരുത്തൊന്നും കാണുന്നില്ല. പോയി. ഞാനിനി ഇത് അടിക്കുന്നു. ആരും കാണാതിരുന്ന ഭാഗ്യം. ഇന്ന് അവളെ ഞാനൊന്ന് കാണിച്ചു കൊടുക്കും. അവളെ വന്നിരിക്കുന്ന എൻ്റെ നാട്ടിൽ. അത് എന്നെ തിരക്കി ഒന്ന് കാണിച്ചു കൊടുക്കും.
ദൈവമേ പാതിര നേരത്ത് ഇങ്ങനെ കാണിക്കാനാണ് ഇമാർക്ക്. എന്തുവാടാ മനുഷ്യനെ പേടിപ്പിക്കുന്നത്? എന്തുവാടാ നീയൊക്കെ വാണം വിട്ടതുപോലെ? നിന്റെ കയ്യില് കാര്യമുള്ളൂ വേടാ, അതോ നീ കയ്യിലില്ലാതെ തന്നെ വീട്ടിൽ നിന്ന് പോയത്? എടാ സത്യം പറഞ്ഞോളാം, നിന്റെ കയ്യിൽ ആര് കൊണ്ടുപോയി? എടാ നീ മനുഷ്യനായിട്ട് വിഷമിക്കാതെ കാര്യം എന്താണെന്ന് വെച്ചാ പറ. എന്തുവാ എടാ എന്തുവാ ഇതൊക്കെ? അത് പിന്നെ ഏതല്ലേ എങ്ങനെ അവള് ഗർഭിണിയായത്? നിങ്ങൾ അറിഞ്ഞുകൊണ്ട് എന്റെ തല വെച്ചിട്ടാ നോക്കിയല്ലേ? അങ്ങനെയൊന്നും ഉണ്ടായില്ല മോനെ. ഒന്നുമില്ലെങ്കിൽ പിന്നെ ഡോക്ടർ കള്ളം പറയൂ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. എന്നോട് ചതി വേണമായിരുന്നല്ലേ? ഇതൊരുമാതിരി മാറ്റെടുത്ത പരിപാടിയായി പോയി. എനിക്ക് വേണോ ആശേ? നീയാണല്ലേ? ശരി ശരി. അതെ അമ്മാവാ, ഞങ്ങളുടെ കല്യാണം ഒന്ന് പെട്ടെന്ന് നടത്തി തരണം. അതൊക്കെ നമുക്ക് നോക്കാം. അമ്മാവാ ആരുണ്ടല്ലോ. ശരിയാണല്ലോ. എന്തിനാടി നീ വിളിച്ചേ? അതെ, പിന്നെ ഞാൻ വരാൻ പറഞ്ഞത് എന്തിനാന്നറിയാമോ? അറിയില്ല. നീ ഇങ്ങോട്ട് വാടി, നിന്റെ അച്ഛൻ വരുന്നതിന് മുമ്പ് കാര്യം നടത്താം. വേണ്ട. വേണ്ടേ? ഇനി അത് നടക്കില്ല. ഓഹോ, നിനക്ക് വേറെ മുതലാളിയെ കിട്ടിക്കാണോ? അതൊന്നും അല്ല. പിന്നെ എന്തുവാ? ഞാൻ ഗർഭിണിയാ. ആരും കാണാതിരുന്ന ഭാഗ്യം. പൈസലെങ്ങാണ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞ ഇന്ന് ഞാനും പോക്ക, ഇവളും പോക്ക. ഇവിടെ എന്തോ എടുക്കുവാണ് കൊട്ടാം. ആരുമില്ലയോ? ആ എന്താടി ഇത്ര നാളായി കണ്ടിട്ട്. അയ്യോ ഫൈസൽക്ക, മനു പോയിക്കോ, മനു പെട്ടെന്ന് പോയിക്കോ. മനു അയ്യോ വേണ്ട മോനെ, നടങ്ങ്. എന്റെ ദൈവമേ, ചതിച്ചല്ലോടാ. സത്യത്തിൽ അതാ നടന്നത്. അപ്പൊ കാര്യങ്ങളുടെ കിടപ്പോഷം അങ്ങനെയാണല്ലേ? ഇവന്മാരാള് കൊള്ളാലോ. ഇവന്മാരുടെ ഒരു പപ്പടവട പ്രേമം, ഒരു ന്യൂ ജനറേഷൻ പ്രേമം. അവര് വന്നെങ്കിൽ അവരെങ്കിൽ വിളിക്കേ. ഓക്കെ സർ. ഇവിടെ വരുവരായിട്ട് നിന്നോളൂ എല്ലാവരും. സാറേ, ഇമാർക്കെതിരെ കേസെടുക്കണം. മിണ്ടായിരിക്കണം അവിടെ. കേസെടുക്കണോ വേണ്ടെന്നുള്ളത് എനിക്കറിയാം സാർ. ഞാൻ SDPOയുടെ ജില്ലാ സെക്രട്ടറിയാ. നീ ഏത് വയ്യായാലും ആരുടെ കൈയായാലും ഇവരുടെ സമ്മതമില്ലാതെ കേസെടുക്കില്ല. ഇവന്മാര് പറഞ്ഞത് സത്യമാണോ? സത്യം മാത്രമേ പറയാവൂ. നിങ്ങൾ ഇവന്മാരുമായിട്ട് അടുപ്പത്തിലാണോ? നിങ്ങൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇവന്മാർ ഇഷ്ടമാണോ? എനിക്കും ഇഷ്ട. സർ, അത് പിന്നെ അതെന്താണ് ഒരു പിന്നെ? സർ, ഞാൻ പറയാം. നിങ്ങളാരാ? ഞാൻ റസിയയുടെ അമ്മായി, ഈ നിൽക്കുന്ന ഫൈസലിന്റെ ഉമ്മ. നിങ്ങൾക്ക് പറയാനുള്ളത്? റസിയും മനുവും തമ്മിൽ അടുപ്പത്തില. ആ മിണ്ടാടാ, അവര് പറയട്ടെ. പറയാം, ഞാൻ എല്ലാം പറയാം. ആ ഹലോ, അതെയോ? എന്റെ പഠിച്ചോനെ, എന്തൊരു കഷ്ടമാ. ഡോക്ടർ എന്റെ മോള്. അതെ അതെ, കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്താ ഡോക്ടർ ഒരു പക്ഷേ? കുട്ടി പ്രഗ്നന്റ് ആയിരുന്നു, അത് അബോർഷൻ ആയി പോയി. പ്രഗ്നന്റോ? യെസ്,
ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, പേടിക്കണ്ട. ഹസ്ബൻഡ് വന്നിട്ടുണ്ടോ? ഇല്ല. എന്തോ കുഴപ്പം ആ കുട്ടിക്കുണ്ട്. അതൊന്ന് ചോദിച്ചറിയുന്നത് നല്ലതായിരിക്കും. ഇനിയും ആത്മഹത്യ ചെയ്യാൻ കുട്ടിയെ അത് പ്രേരിപ്പിച്ചെന്നിരിക്കും. എന്റെ പഠിച്ചോനെ, അയ്യോ മോളെ, മോളെ, മോളെ റസിയ, എന്നാലും നിനക്ക് ഇങ്ങനെ സംഭവിച്ചല്ലോ മോളെ. മോളെ ആരാ മോളെ, ആരാന്ന് നീ പറ. മോളെ, മോളെ റസിയ, എന്നാലും എന്റെ പൊന്നു മോക്ക് ഇത് സംഭവിച്ചല്ലോടി. മോളെ ആരാന്ന് പറ, എന്നോട് പറ മോളെ, ആരാന്ന്. നീ ഈ വർഷത്തെ കോളേജ് ഇലക്ഷൻ മത്സരിക്കുന്നോ? വേറെ പണിയില്ല. എന്താടാ, ജയിക്കില്ലെന്ന് വിചാരിച്ചിട്ടാണോ? ഡാ, ഈ കോളേജിൽ സകല പെമ്പിള്ളേരുടെ വോട്ട് മതി നീ ജയിക്കാൻ. നീ സൽമാനല്ലടാ, സൽമാൻ. ഡേയ്, നീ വരുന്ന പെൺകുട്ടിയെ കണ്ടോ? ഡാ, ഈ കോളേജിലെ സകല ആമ്പിള്ളേരും നോക്കിയിട്ട് വീയാത്ത ടീമാ. അവളെ ഒന്ന് വളച്ചെടുത്ത നീ ആൺകുട്ടിയാന്ന് പറയും. ആൺകുട്ടി. നീ കണ്ടോ? കാണാമല്ലോ. കാണ്. ഇവളാ? റസിയ, എന്താ റസിയ? റസിയ, എന്തു പറ്റി റസിയ? റസിയ, നിനക്ക് എന്തു പറ്റി? ഒന്നുമില്ലടാ, ഞാൻ പറയാം. ഡാ പോട്ടെ, കരയണ്ട. റസിയ, ഏയ് ഏയ്. വീട്ടിൽ പോകാറായില്ലേ? ആറിക്കടാ, എന്നാലും നീ അവളെ കിസ് ചെയ്യണ്ടായിരുന്നു. ആ ഫൈസൽ എങ്ങനെ അറിഞ്ഞാൽ നമ്മളെ കാര്യം പോക്കാം. ഫൈസൽ സീൻ കോൺട്രയല്ലോ. ഈ പിള്ളേർ എന്തിനാ ഇവിടെ കിടന്ന് തല്ലി ഓടുന്നത്? കോളേജ് വിട്ടവന്മാരൊന്നും വീട്ടിലും പോകില്ല, വെറുതെ അടിയുണ്ടാക്കി നടക്കുക. കേറി വേടോ. ഇപ്പൊ പണി കിട്ടും. എന്തുവാണ് ഇവിടെ നടക്കുന്നേ? നിന്റെ തോന്നിയ ദിവസം കാട്ടാനുള്ള സ്ഥലം ഇത്? സാറേ, ഇവൻ നീ മിണ്ടരുത്. നിനക്കൊക്കെ വെളിയിൽ നിന്ന് ഗുണ്ടകളെ ഇറക്കാനുള്ള സ്ഥലമല്ല ഇത്. അതിനാണോ അഡ്മിഷൻ തന്നിരിക്കുന്നത്? എന്താണ് നീയൊക്കെ മിണ്ടാത്തത്? ഇവനെ സാറ് ന്യായീകരിക്കുവാന്നോ? ഫൈസൽ, നീ മിണ്ടരുത്. ഒരു കാര്യം ചെയ്, സാർ ഇങ്ങോട്ട് ഇരുന്നാട്ടെ, ഞാൻ അങ്ങോട്ട് മാറിത്തരാം. അത് നല്ല തീരുമാനാ. മിണ്ടാരിക്കടോ, മണ്ടത്തനം പറയാതെ. നീയൊക്കെ ഏതാടാ? സാർ, ഞങ്ങളൊക്കെ ഇവന്റെ കൂട്ടുകാരാ സാർ. അല്ല ടീച്ചറെ, ടീച്ചർക്ക് സ്വന്തം മകനെ നിലക്കി നിർത്താൻ കഴിയത്തില്ലേ? ഇവനൊക്കെ രാഷ്ട്രീയം കളിച്ച് വെറുതെ ഭാവി കളയുന്നു. എന്ത് ചെയ്യാനാ സാർ, പറഞ്ഞാ കേക്കണ്ടേ? കൊച്ചിലെ ഇവന്റെ വാപ്പ നഷ്ടമായപ്പോ തൊട്ട് വളരെ കഷ്ടപ്പെട്ടാ ഞാൻ ഇവനെ വളർത്തിയത്. ആ ഒരു ചിന്ത പോലും ഇല്ലാതെ ഏത് സമയം തല്ലും വഴക്കുമായിട്ട് നടക്കുക. ഇവനെ കൊണ്ട് ഞാൻ മടുത്തു സാർ. ശരി ശരി, മനു കേൾക്കുന്നുണ്ടോ? നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള അവസാനത്തെ താക്കീതായത്. ശരി, ഇറങ്ങിപ്പോക്കോ. കോളേജിന്റെ വില കളയാനായിട്ട് ഒരുത്തമാർ ഇറങ്ങിക്കോളും. എന്നാ പിന്നെ ടീച്ചർക്കും പോവാം. ശരി സാർ, എങ്കിൽ ഞാൻ പോയിക്കോട്ടെ. സാറേ, ഇവന്മാരൊന്നും ശരിയല്ല.
അതെയോ? സാറ് ചെന്നാട്ടെ. ശരി. ആദ്യം താനൊക്കെ നന്നാവാൻ നോക്കും, പിന്നല്ല പിള്ളേർ. റസിയ, ഞാൻ ചെയ്ത തെറ്റിനെല്ലാം സോറി. നിന്നെ വേദനിപ്പിക്കണമെന്ന് കരുതിയതല്ല. കൂട്ടുകാരുടെ മുന്നിച്ച് നാണക്കെടുത്തിയപ്പോൾ അറിയാം. എന്നാലും എനിക്ക് നിന്നെ വളരെ ഇഷ്ടമാണ്. ഐ ലവ് യു സോ മച്ച്. പാവാടി മനു, കോളേജിൽ നല്ല ഇമേജുള്ള ആളാ. ആ ആളെയാ നീ നോവിച്ചത്. കുറച്ച് ദേഷ്യം ഉണ്ടെന്നേ ഉള്ളൂ. നീ എന്തെങ്കിലും ഒന്ന് പറയുന്നേ, പാവല്ലടാ. ഞാൻ വരും. അല്ല, ഫൈസൽക്ക് എന്തെങ്കിലും ചെയ്താൽ? നിന്നെ ഒന്നും ചെയ്യില്ല. ഞാൻ വരും നിന്നെ കൊണ്ടുപോവാൻ. കൽബിൽ നിറയെ ചോരയുള്ള ഒരാണിന്റെ വാക്കാണ്. തൊട്ടു പോരുത്. പിന്നെ വീട്ടിൽ ആരില്ലാത്ത സമയം ഈ കള്ളക്കാഫറായിട്ട് നിനക്ക് അഴിഞ്ഞാടാണോടി? ഞങ്ങൾ തമ്മിൽ പലതും ഉണ്ടാവും. മനു, നീ പോ. എന്റെ ഒരു പ്രേമം. പെണ്ണിന്റെ പുറകെ നടന്നു കഴിഞ്ഞാ ഈ ചാലിയക്കഴ പുഴയിൽ നിന്റെ ശവമായിരിക്കും കാണുന്നത്. എന്റെ പെണ്ണിനെ വേണം പോലെ നോക്കടി നിന്റെ കള്ള കാമുകനെ. ഫൈസലിനെ അവനെ അറിയത്തില്ല. അവനെ ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. നോക്കടി. എന്റെ മനു, എന്താ എന്റെ മനുവിനെ പറ്റി? ഇപ്പൊ ഒന്നും പറ്റിയിട്ടില്ല, പക്ഷെ പറ്റും. നിനക്ക് അവനെ ഇഷ്ടമാണെന്ന് പറഞ്ഞ അവനെ ഇഷ്ടമല്ലെന്ന് പറയണം. എന്നെ കൊന്നാലും ഞാൻ പറയില്ല. നിനക്ക് ഫൈസലിനെ ശരിക്കറിയാലോ, പറഞ്ഞ അതുപോലെ ചെയ്തിരിക്കും. എന്റെ ശവത്തു കൂടെ മാത്രമേ നിന്റെ ആഗ്രഹം നടക്കൂ. നീ മര്യാദയ്ക്ക് പറഞ്ഞ അനുസരിക്കില്ല അല്ലേ? നിന്റെ ഒരാഗ്രഹവും നടക്കാൻ പോകുന്നില്ല. എന്നാ നീ കേട്ടോ, നാളെ സൂര്യൻ ഉദിക്കുമ്പം അവന്റെ മയ്യത്തായിരിക്കും നീ കാണുന്നേ. എന്നാ വിളിച്ചു പറ നിനക്ക് അവനെ ഇഷ്ടമല്ലെന്ന്.
അവനെ ജീവനോടെ വേണമെങ്കിൽ പറയടി. പറയുമ്പോ ഇതൂടെ പറയണം, ഞാൻ നിന്നെ കല്യാണം കഴിക്കാൻ പോവാന്നു. ഹലോ മനു, ഇനി എന്റെ പുറകെ വരണ്ട, എനിക്കിഷ്ടമല്ല. എന്റെ ഫൈസൽ ഖാന്റെ നിക്കാഹാണ്, ഇനി എന്നെ ശല്യപ്പെടുത്തരുത്. പിന്നെ 2 വർഷത്തിന് ശേഷം അവര് വീണ്ടും കണ്ടുമുട്ടി. മനു, മനു. അമ്മേ, അമ്മ എന്നാ വീട്ടിൽ പോയിക്കോ. ശരി മോളെ. അതെ അതെ, എന്താ പേര്? റസിയ. മനുവായിട്ട് എന്താ? അടുപ്പത്തിലായിരുന്നു, പക്ഷേ ഇപ്പൊ പിണക്കത്തില്ല. ഇപ്പൊ എന്നോട് ദേഷ്യ. മനു പാവാ, ശുദ്ധൻ. പുറമേ ദേഷ്യം ഉണ്ടെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ നിറയെ സ്നേഹ. അത് ചേച്ചിക്ക് എങ്ങനെ അറിയാം? ദിവസവും രാവിലെ ഈ അമ്പലത്തിൽ വന്ന് മനമുരുകി പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. പ്രാർത്ഥിക്കുന്നതിനിടയ്ക്ക് മനു അറിയാതെ പറയാറുണ്ട്, അവളെ എനിക്ക് തിരിച്ചു കിട്ടണേന്ന്. ഇപ്പൊ മനസ്സിലായി മനുവിന്റെ മനസ്സിലുള്ള ആള് താനാണെന്ന്. മനുവിന് ഇപ്പോഴും തന്നെ ഇഷ്ടമാണ്. ധൈര്യമായിട്ട് മുന്നോട്ട് വയ്ക്കോളൂ. പിന്നെ ഒരു ഇന്റർകാസ്റ്റ് ആയതുകൊണ്ട് പ്രശ്നങ്ങളൊക്കെ വന്നേക്കാം, പക്ഷേ അതൊന്നും ഒരു നല്ല പ്രണയത്തിന് തടസ്സമായി വരില്ല. എന്നാ പോട്ടെ. ദൈവമേ, മടിക്കണ്ട, കേറി പോന്നോളൂ. ഈശ്വര, ഭഗവാനെ രക്ഷിക്കണേ. തട്ടൊന്ന് മാറ്റിക്കോളൂട്ടോ. ഓ, ഇവളെന്നെ നാറ്റിക്കും. ഇനി എന്തൊക്കെ കാണണ്ട. അയ്യപ്പാ, വൃത്തിയായില്ലടി. പ്രാർത്ഥീര് നല്ലോണം. ഈശ്വര, ഭഗവാനെ രക്ഷിക്കണേ. ഒന്ന് നിന്നേ. എന്താ ഉദ്ദേശം? എന്താ മനു പ്രശ്നം? ഒന്നുമില്ല അയ്യപ്പൻ ചേട്ടാ. എന്താ ഉദ്ദേശം? എന്തുദ്ദേശം? ഈ അമ്പലത്തിൽ കയറേണ്ട ഉദ്ദേശം. ഞാൻ ഇഷ്ടപ്പെടുന്ന ആളെ കാണാൻ വന്നാ. എന്നെ ഇഷ്ടമല്ലെങ്കിൽ വേണ്ട. അന്ന് എന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് വിളിച്ചവൾ പിന്നെന്തിന് ഇവിടെ വന്നു? അന്ന് നടന്നത് മനു അറിയണം, അതിന്റെ സത്യം എന്താണെന്ന്. അതിനുശേഷം എന്താ നടന്നതെന്ന് അറിയാമോ? ഞാൻ പറയാം. എന്നാ പറ. അങ്ങനെയാണ് നമ്മുടെ ബന്ധത്തെക്കുറിച്ച് അമ്മായിക്ക് അറിയാൻ കഴിഞ്ഞതും മനുവിനെ തിരക്കി ഈ നാട്ടിലോട്ട് താമസം മാറിയതും. ഇനി ഞാൻ വരില്ല. ഏതെങ്കിലും ലോകത്ത് മനുവിനെ ഓർത്ത് ജീവിച്ചോളാം. ഇതെല്ലാ പെണ്ണുങ്ങളും പറയുന്ന പോലെ. എന്നാ ശരി, ഞാൻ പോട്ടെ. അങ്ങനെ പോകാനല്ല ഇത്രയും നാളും സദാസമയം ഈ അമ്പലത്തിൽ വന്ന് ഞാൻ മനസ്സുരുകി പ്രാർത്ഥിക്കുന്നത്. ഇനി ഫൈസൽ എന്നല്ല, ലങ്കയെന്ന് രാവണൻ വന്നാൽ പോലും എൻ്റെ സീതയെ മറ്റാർക്കും വിട്ടുകൊടുക്കില്ല. കാരണം കൽബിൽ നിറയെ ചോരയുള്ള ഒരാണിൻ്റെ വാക്കാണ്. അങ്ങനെയുള്ള ഒരാണിനെ, സ്വന്തം പെണ്ണിനെ മറ്റാർക്കും വിട്ടുകൊടുക്കാൻ കഴിയില്ല. ഇനി അനിയന്മാർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഓ, ഇനി എന്ത് പറയാനാ? ആ, എന്നാ നിങ്ങൾക്ക് പോവാം. പെണ്ണിനെ കാണുമ്പോൾ
അച്ഛൻ നോക്കണ്ട അച്ഛാ. അങ്ങനെ ഈ കേസ് എല്ലാം നല്ല സ്ഥിതിക്ക് നിങ്ങൾ എത്രയും പെട്ടെന്ന് അവരുടെ കല്യാണം നടത്തി കൊടുക്കണം. ഒരു അച്ഛൻ എന്ന നിലയിൽ നിങ്ങൾ ഇനി ഒരു തടസ്സമാവരുത്. പോകുന്നതിന് മുമ്പേ ഒരു ഒപ്പിട്ടേക്ക്. പ്ലീസ് അച്ഛാ, അച്ഛാ ഒപ്പിടച്ചാ പ്ലീസ് ഒരു ഒപ്പച്ച പ്ലീസ് അച്ഛാ പ്ലീസ്, അച്ഛാ പ്ലീസ് പ്ലീസ്. ഒപ്പിടച്ചാ. നിനക്കൊക്കെ ഞാൻ വച്ചിട്ടുണ്ട്, വീട്ടിലോട്ട് വാ. എൻ്റെ അമ്മ. ഓ ടീച്ചർക്ക് സമാധാനമായല്ലോ. പിന്നെ തീർച്ചയായും. നീ അങ്ങ് വാ, നിന്നെയാണ് എനിക്ക് കൂടുതൽ വിശ്വാസം. നീ വീട്ടിലോട്ട് വാ. എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട്. വളരെ ഉപകാരം. ഇത് ഞാൻ ഒരിക്കലും മറക്കത്തില്ല. എല്ലാവരും വരിൻ. പഴയതെങ്കിലും കേസ് കുത്തിപ്പൊക്കേണ്ടി വരും. ഇറങ്ങി വരണടാ. വന്നില്ലേ? പ്രേമിക്കാൻ വേണ്ട സമയം. കുഞ്ഞപ്പച്ചേട്ടാ എന്താ പറ്റിയത്? ഞാൻ ഇടപെടണോ? വേണ്ട, ഇനിയിപ്പോ എന്തോ പറ്റാനാ. പിന്നെ ചെലവ് കൂടാതെ 3 കല്യാണം നടന്ന് കിട്ടി. അത്രയും ഗുണം എൻ്റെ മക്കൾ എനിക്ക് തന്നു. പിന്നെ ഖാദറിന്റെ മക്കൾക്കെങ്കിലും ഈ ഗുണം ഉണ്ടാകാതെ നോക്കണം. എന്തുവാ നോക്കിയിരിക്കുന്നേ? വരി. ഹലോ, ഞാനും വരുന്നു നിങ്ങളുടെ കടയിലേക്ക് പപ്പടവട കഴിക്കാൻ. പോയില്ലേ എല്ലാം? അല്ലേലും എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെ തന്നെ. എത്ര ഫോറിൻ സാധനങ്ങൾ, എത്ര പെർഫ്യൂമുകൾ. അങ്ങ് മണലാരണത്തിൽ കിടന്ന് ഞാൻ ഉണ്ടാക്കിയ മുഴുവനും ഇവക്ക് വേണ്ടിയാ. തൊലച്ചില്ലേ? ഞാനും അങ്ങനെ തന്നെയാ. എൻ്റെ എത്ര രൂപ പോയേക്കുന്നു. മകളെ കെട്ടിച്ചേരാൻ പറഞ്ഞിട്ട് ആ പരട്ടക്കളൻ മേടിച്ചോണ്ട് പോയേക്കുന്നു. അവസാനം പൈസയില്ല, പെണ്ണുമില്ല, ഒന്നുമില്ല, എല്ലാം പോയി. ഒരുമിച്ച് കളിച്ച് ഒരേ പാത്രത്തിലുണ്ട്, ഒരേ കട്ടിലിൽ കിടന്ന് ഉറങ്ങിയവളാണ് എനിക്ക് ഈ പണിയെന്ന്. അളിയൻ അതെങ്കിലും പറ്റി. ആ കൂടെ കിട്ടുന്നൊരു ഫ്രൈഡേയാ. ഞാൻ വിളിക്കുമ്പോൾ ആ ജുഡാസ് തല എടുത്തിട്ട് പറയും അവളിവിടെ ഇല്ല എന്ന്. അമ്മായി കാണൂല, അമ്മായി. വിഷമിക്കണ്ട, ഇത് ഇവിടം കൊണ്ടും തീരുന്നില്ല. പൊളിക്കണം നമുക്ക് അവന്മാരെ പപ്പടവട പ്രേമത്തിന്. എങ്ങനെ? അതൊക്കെ ഉണ്ട്, നമുക്ക് വഴിയെ ബന്ധപ്പെടാം. ഇനി ബന്ധപ്പെടാത്തന്നെ കുണപ്പേ ഉള്ളൂ. ശരി, കാണാം. ശരി, കാണാം. അയ്യോ, ഞാനടി. തുറക്ക്. അടയ്ക്കടയ്ക്ക്.
അപ്പത്തിൻ്റെ കാശ്. ശരി, അവിടെയൊക്കെ വെച്ച് നനഞ്ഞു പോകത്തില്ലയോ? ഒന്ന് പോ ചേട്ടാ. നീ തലേണയുടെ അടിയിലോട്ട് വെച്ചോ കാശ്. പിള്ളേരുടെ കാര്യം എന്തായി? ഈ സമയത്താണ് പിള്ളേരുടെ കാര്യമൊക്കെ അന്വേഷിക്കുന്നത്. ഞാൻ ആരുടെയൊക്കെ കണ്ണു വെട്ടിച്ചെന്നറിയാമോ ഇങ്ങോട്ട് വന്നത്? ധൃതി കൂട്ടാതെ ചേട്ടാ, നേരം വിളിക്കാൻ ഇനി ഒരുപാട് സമയമുണ്ട്. അയ്യോ, അതുവരെ ഒന്നും എനിക്ക് ഇരിക്കാനൊക്കത്തില്ല. നീ ഇങ്ങോട്ട് കിടന്നേ.